Hallelujah. Thank you, Jesus. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ പഠനം വീണ്ടും ആരംഭിക്കുകയാണ്. സർവശക്തിയുള്ള ദൈവം ഏവരെയും ഈ സന്ധ്യയിലും വീണ്ടും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധ ബൈബിളില് ലൂസിഫർ എന്ന് പറയുന്ന വിഷയം എന്താണെന്ന്, അല്ലെങ്കിൽ സാത്താൻ എന്താണ് എന്നൊരു വിഷയത്തെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ വീണ്ടും ആ ലോവർ കോൺഷ്യസ്നസ്സിൽ നിന്ന് അടുത്തൊരു ജേണിയിലേക്ക് വീണ്ടും വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ 4 പ്രധാന സ്റ്റേഷനുകളുണ്ട് ഇതിനകത്ത്. 1 ബെഥേൽ, ഗിൽഗാൽ, 2 ബെഥേൽ, 3 ജെറിഹോ, 4 ജോർഡാൻ. സോ ഈ യാത്ര നമ്മൾ പല നിലയിലാണ് ചിന്തിച്ചു വരുന്നത്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു യാത്രയിലേക്ക് നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ തുടരുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിനെ കുറിച്ച്, തേജസ്കരണത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും ഒരു വാക്കിൽ പഴയ കഥ അല്ലെങ്കിൽ പഴയ യാഥാർത്ഥ്യം എന്ന് പറയാം. ഏബ്രഹാം വാസ് പ്രീഡെസ്റ്റൈൻഡ് അല്ലെങ്കിൽ ഫോർ നോളജ്, മുന്നറിഞ്ഞു. ചൂസൺ. ഐസക് വാസ് കോൾഡ് and Jacob was justified and Joseph, he was glorified. അപ്പോൾ നമ്മളിതാണ് നമ്മുടെ പാറ്റേൺ. മുൻനിയമിച്ചു, വിളിച്ചു, തേജസ്കരിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. ജോസഫ് എന്ന് വരുമ്പോൾ ഒരു തേജസ്കരണത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഗിൽഗാല് നമ്മൾ വന്നപ്പോൾ പഠിച്ചത് അതൊരു മുന്നറിവിന്റെ സ്ഥലമാണ്. ബെഥേൽ വിളിക്കപ്പെട്ടവരുടെ സ്ഥലം, അതാണ് വീട്, കോൾഡ് പീപ്പിൾ, ഭവനം ബെഥേൽ. അതുകൊണ്ടാണ് ദൈവഗ്രഹമാവുന്ന സഭയിലേക്ക് ദൈവം ചൂസൺ പീപ്പിളിനെ വിളിക്കുന്നു എന്ന് പറയുന്നത് ബെഥേൽ. നീതീകരണം എന്ന് പറയുന്നത് അവിടെ ജേക്കബിനെ കാണിക്കുന്നു. ജേക്കബ് വാസ് ജസ്റ്റിഫൈഡ് and Joseph was glorified. So അവിടെ ഗിൽഗാൽ എന്ന് പറയുന്നത് മുന്നറിഞ്ഞു, ബെഥേല് വിളിച്ചു, ജെറിഹോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനം, ആൻഡ് ജോസഫ് അല്ലെങ്കിൽ ജോർഡാൻ എന്ന് പറയുന്നത് ഗ്ലോറിഫിക്കേഷൻ. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകൂടെ ഞാൻ പറയുന്നത്, ഗിൽഗാല് മുന്നറിവിന്റെ സ്ഥലമാണ്, ബെഥേല് വിളിയുടെ സ്ഥലമാണ്, ജെറിഹോവ് നീതീകരണത്തിന്റെ സ്ഥലമാണ്, ജോർഡാൻ തേജസ്കരണത്തിന്റെ സ്ഥലമാണ്. ഒരുപാട് സ്പിരിച്വൽ പവർഫുൾ ഗ്ലോറിയസ് യാത്രകൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാനായിട്ട് പറ്റും. നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അതുകൊണ്ടാണ് ജേണിയുടെ ആരംഭം നമ്മൾ മനസ്സിലാക്കിയത്. ആ വന്ന വഴിയിൽ, ആ ഫെലോഷിപ്പിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എതിരായി നിൽക്കുന്ന പല സംഗതികളെ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു നമ്മൾ ഈഗോയെ കണ്ടു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം മനുഷ്യജാതിയെ ഒന്നാക്കി. എല്ലാവരും തെറ്റിപ്പോയി, എല്ലാവരും പാപം ചെയ്തു എന്ന് ബൈബിൾ വാക്യത്തിന്റെ അർത്ഥം അതാണ്. എവ്രിബഡി, എല്ലാവരും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്ന് മനുഷ്യൻ ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. അപ്പൊ എല്ലാവരും മരണത്തിന് അധീനരായി, എല്ലാവരും ഈ പ്രതിസന്ധിയുടെ നടുവിലായി. ഒറ്റ പ്രവൃത്തി കൊണ്ട് ഹ്യൂമാനിറ്റിക്ക് മുഴുവൻ ഈ ഈവിൾ ലോവർ കോൺഷ്യസ്നെസ് വരികയാണ്. ആ ലോവർ കോൺഷ്യസ്നെസ് ഈവിൾ കോൺഷ്യസ്നെസ് ആയി. അതിനെ നമ്മൾ സൈറ്റാൻ എന്ന വേദപുസ്തകം വിളിക്കുന്നു. സാത്താൻ എന്ന് എബ്രായ ഭാഷയിൽ വിളിക്കുന്നു. അപ്പം ഇത് മനുഷ്യന്റെ ഈഗോയ്ക്ക് പ്രോബ്ലം ആണെന്നുള്ള കാര്യം മറക്കരുത്. അല്ലാതെ ഔട്ട്സൈഡിൽ ഏതോ ഒരു അദൃശ്യ ശക്തി നിന്നല്ല ഇത് പ്രവർത്തിക്കുന്നത്. എല്ലാ തിന്മയുടെയും ആധാരം
ദൈവത്തിൽ രൂപീകരിക്കപ്പെടാത്ത, രൂപാന്തരം സംഭവിക്കാത്ത, അകത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം ലഭിക്കാത്ത, അകത്തിരിക്കുന്ന മഹാദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത, ആ കോൺഷ്യസ്നെസ് ഇല്ലാത്ത, തങ്ങൾ ഒരു ദൈവത്തിന്റെ പുത്രന്മാരാണ്, തങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാണ്, തങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, തങ്ങൾ ദൈവത്തെ വസിക്കുന്ന മന്ദിരങ്ങളാണ്, ദൈവപുത്രന്മാരാണ് എന്ന വലിയ വെളിപ്പാട് ഇല്ലാതെ പോകുമ്പോൾ മനുഷ്യനിൽ ഉണ്ടായി വരുന്ന ഈഗോയുടെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ കാണുന്ന എല്ലാ തിന്മയും. അതാണ് പൈശാചികമായത്, അതാണ് പിശാച്. അല്ലാതെ പിശാച് പുറത്തെവിടെയോ ആകാശമണ്ഡലങ്ങളിൽ ജീവിക്കുന്ന ഒരു അജ്ഞാത ജീവിയല്ല എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ ഇന്ന് പോകുന്നത് യേശുവിന്റെ ഈ യാത്രയെക്കുറിച്ചാണ്. വളരെ വ്യത്യസ്തമായ ഒരു പഠനമാണെന്ന് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് ശ്രദ്ധയോടെ ദൈവവചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുക്കണം, നോട്ട്ബുക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എഴുതണം. കാരണം ഇത് പറയാൻ തന്നെ, എനിക്കത് മനസ്സിലാക്കിക്കാൻ തന്നെ വളരെ അല്പം ബുദ്ധിമുട്ടുള്ളതായ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പഠന യാത്രയാണ്. അതേസമയം തന്നെ നിങ്ങൾക്ക് വീണ്ടും റെഫർ ചെയ്യാനായിട്ട് ഞാൻ പറയുന്ന റെഫറൻസുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതും കൂടെയാണ്. ഇവിടെ പൊതുവായിട്ടുള്ള ഒരു ധാരണ ഞാൻ അത് ആദ്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിൻ കൈസരിയിൽ വെച്ച് പത്രോസിനോട് ചോദിക്കാൻ, ശിഷ്യന്മാരോട് ചോദിക്കുന്നു, മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നു? അവിടെ വെച്ച് പത്രോസിന്റെ കൺഫെഷൻ കാണാൻ പറ്റും, യേശു ക്രിസ്തുവിന്റെ ദൈവ സഭയെക്കുറിച്ചുള്ള പ്രഖ്യാപനം കാണാൻ പറ്റും. ആ സന്ദർഭത്തിന് ശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു 8 ദിവസത്തിന് ശേഷമെന്നും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 6 ദിവസത്തിന് ശേഷമെന്നും, മത്തായി 17 അധ്യായം, ലൂക്കോസ് 9 അധ്യായം, മർക്കോസ് 9 അധ്യായം, ഇങ്ങനെ 3 അധ്യായങ്ങളിൽ യേശുനാഥൻ തന്റെ ശിഷ്യന്മാരുമായിട്ട് ഉയർന്നൊരു മലയിലേക്ക് പോകുന്ന ഒരു ചരിത്രമുണ്ട്. നമ്മൾ അതിലേക്കാണ് ഇന്ന് പോകുന്നത്. ഉയർന്ന മലയിൽ താൻ രൂപാന്തരപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. സകല വേദ പണ്ഡിതന്മാരും വേദപണ്ഡിതന്മാരെല്ലാവരും ഒരുപോലെ പറയുന്നതായ കാര്യം, ഈ പർവ്വതം എന്ന് പറയുന്നത് ഹോരേബാണ്, അല്ല താബോർ മലയാണ് എന്നൊരു പഠനമുണ്ട്. എല്ലാവരും കേട്ടോണം. നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ബൈബിൾ ഏതെങ്കിലും ഒരു കമന്ററി എടുത്തോ പഠിച്ചാൽ താബോർ മലയാണെന്നും ഹെർമോൻ മലയാണെന്നും ഒക്കെ ഉള്ളതായ ധാരാളം വ്യാഖ്യാനങ്ങളും കമന്ററികളും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദൈവവചനത്തിനകത്ത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു രഹസ്യം നമ്മൾ മിസ്റ്റിക്കൽ സമൂഹം ഇന്ന് കർത്താവിന്റെ വലിയ കൃപയെ ആശ്രയിച്ച് കൈകാര്യം ചെയ്യാൻ പോകും. ഇത് എവിടെയാണ് യേശുനാഥൻ തേജസ്കരിക്കപ്പെട്ടത്, ആ തേജസ്കരിക്കപ്പെടാൻ എടുത്ത സ്ഥലം ഏതാണ് എന്നുള്ളതായ വസ്തുതകളെ നമ്മൾ ഒരുമിച്ച് വീണ്ടും ധ്യാനിക്കുവാനായിട്ടും ചിന്തിക്കുവാനുമായിട്ട് പോകുകയാണ്. 4 പ്രധാന സുവിശേഷങ്ങളെയും നമ്മൾ ഒരുമിച്ചെടുത്തിട്ട് വേണം ഈ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുവാനായിട്ട്. എല്ലാ റെഫറൻസുകളും എടുക്കുവാനുള്ള സാവകാശം നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ റെഫറൻസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ ഈ റെഫറൻസുകൾ പറയാനൊരു കാരണം, ഈ ബൈബിളിൽ ഈ ജോഗ്രഫിക്കൽ കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ 4 സുവിശേഷങ്ങളിൽ 4 ഇടങ്ങളിലും ഒരേപോലെയല്ല ക്രമീകരിച്ചിരിക്കുന്നത്. 4 പേരും കൂടെ ചേരുമ്പോളെ യാത്രയെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തു. നമുക്കറിയാമല്ലോ, ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്ക്, ജെറിഹോവിൽ നിന്ന് നേരെ എവിടെയാ? ജോർഡാന്റെ അക്കരയിലേക്ക് പോവുക. ജോർഡാന്റെ അക്കരയിൽ ആണ് നമ്മൾ ഗ്ലോറിഫിക്കേഷൻ കാണുന്നത്. ഈ യാത്ര 4 എണ്ണമാണ്. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. മാൻ ഓഫ് ദ ആൾട്ടർ, മാൻ ഓഫ് ദ ടെന്റ്, മാൻ ഓഫ് ദ വെൽ ആൻഡ് മാൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം, അതായത് ഹെവൻലി ഗ്ലോറിഫിക്കേഷൻ, റിസറക്റ്റഡ് ലൈഫ്, ഈ സംഗതികളെല്ലാം നമ്മൾ ഈ യാത്രയിൽ അല്ലെങ്കിൽ ഈ ഏൻഷ്യന്റ് പാത്തിൽ നമ്മൾ ദർശിക്കുന്നത് ജോർഡാന്റെ അക്കരയാണ്. ജോർഡാന്റെ അക്കരയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മൾ അതിലേക്ക് പിറകെ പോകുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. ഞാൻ പറഞ്ഞ റെഫറൻസുകൾ നിങ്ങൾ എഴുതുമ്പോൾ അതിനോട് ഉള്ള പശ്ചാത്തലങ്ങൾ മറ്റ് സുവിശേഷങ്ങളിൽ കൂടെ നിങ്ങൾ ചേർത്ത് വായിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് യേശുനാഥൻ ഈ മറുരൂപ മലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് എവിടെയാണ് എന്ന് ആദ്യമായിട്ടൊരു വാക്യം എടുത്തു തുടങ്ങാൻ ആഗ്രഹിക്കുക. ഇച്ചിരി സ്കോളാസ്റ്റിക് ആയിട്ടും
ബട്ട് ഇറ്റ് ഈസ് വെരി മിസ്റ്റീരിയസ് ആൻഡ് സോ പവർഫുൾ. അതുകൊണ്ട് ബൈബിൾ കുറച്ച് ശ്രദ്ധിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് വലിയ സത്യം നിങ്ങളെ ഇന്ന് ഗ്രഹിപ്പിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ വളരെ മണിക്കൂറുകൾ ഞാൻ ഇരുന്ന് എനിക്ക് തോന്നുന്നു 7-8 മണിക്കൂറെങ്കിലും എടുത്ത് കാണും ഈ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ. ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ടു പ്രിപ്പയർ ദിസ് മെസ്സേജ് ഫോർ യു, ബട്ട് ദൈവം എനിക്ക് നിങ്ങൾക്ക് അത് കൺവേ ചെയ്യാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. തുടങ്ങാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യം. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. അവൻ യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. അടുത്ത വാക്യമാണ് നമ്മുടെ പ്രധാന വാക്യം. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. ഈ വാക്യത്തെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഡിസംബർ മാസം വരുമ്പോൾ നമുക്ക് അന്ന് അപ്പോൾ വരുന്ന ചിന്ത ഏതാണ്? ക്രിസ്തുമസ് ഉള്ള മാസമാണ്. യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ പെസഹായുടെ ഉത്സവം ആബീബ് മാസമാണ്, 14-ാം തീയതിയാണ് നടക്കുന്നത്. ആബീബ് മാസം ആരംഭിക്കുമ്പോൾ, ആബീബ് മാസം ആരംഭിക്കുന്ന ആ നാളിൽ അവര് പെസഹായ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കും. ശ്രദ്ധിക്കണം, പെസഹായ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കും. പാസ് ഓവർ തുടങ്ങാൻ ഉള്ള ആ മാസം, അതായത് ആബീബ് മാസത്തിന്റെ ഫസ്റ്റ് ഡേയിൽ മുതൽ അവർക്ക് പെസഹായുടെ പ്രിപ്പറേഷനാണ്. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് ജെറുസലേമിൽ എത്തണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി യഹൂദൻ വേർതിരിക്കുന്ന ദിവസമാണ് ആബീബ് മാസത്തിന്റെ ആരംഭ ദിവസം. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു എന്ന ഒരു പദം അവിടെ ഉള്ളതിന്റെ അർത്ഥം ആബീബ് മാസത്തിന്റെ ആരംഭ നാളുകളാണ്. നിങ്ങളേതല്ലേ തുടക്ക നാളത്തിലേക്ക് വന്നിരുന്നു എന്നാണത് സൂചിപ്പിക്കുന്നത്. ഒരു യഹൂദ വേദ പണ്ഡിതന്റെ അഭിപ്രായം അനുസരിച്ച് ആബീബ് മാസത്തിന്റെ തുടക്ക ദിവസമാണ് കർത്താവായ യേശു 5000 പേരെ പോഷിപ്പിക്കുകയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ യേശു ക്രിസ്തു പോഷിപ്പിക്കുന്നു. അത് മരുഭൂമിയിലാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചിന്തകളിൽ ധ്യാനത്തിൽ വെക്കുവാൻ വേണ്ടി ഞാനത് ഓർമ്മിപ്പിക്കുന്നു. എപ്പോഴും ക്രൈസ്റ്റ് ഒരു സോളിറ്റ്യൂഡ് പ്ലേസിൽ, ഒരു മരുഭൂമി പോലുള്ള ഏകാന്തതയിലായിരുന്നു യേശു നാഥനായിരുന്നത്. 5000 പേരെ പോഷിപ്പിച്ചു. നമുക്കറിയാം, അത് കഴിഞ്ഞ ശേഷം യേശു പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് പോയി. ഇത് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇത് കാണുന്നുണ്ട്. ഇവിടെയും അത് കാണുന്നുണ്ട്. മലയിലേക്ക് പോകുന്നു. മലയിലേക്ക് പോകുമ്പോഴാണ് അന്ന് സന്ധ്യയ്ക്ക് ശിഷ്യന്മാരെ അവൻ അക്കരയ്ക്ക് അയക്കുന്നു. ഗലീല കടലിന് അക്കരയ്ക്ക് അയക്കുന്നു. ഗലീല കടലിന് അക്കരെ അയക്കുമ്പോൾ വലിയ കാറ്റും കോളും ഉണ്ടാകുന്നു. രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തോടൊപ്പം ചെലവിടാൻ പോയ നമ്മുടെ മിസ്റ്റിക്കൽ ക്രൈസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്റിക് ഇൻ ദ വേൾഡ്, പിതാവിനോടുകൂടുള്ള ഐക്യതയിൽ സമയം ചെലവിട്ടവൻ, അന്ന് രാത്രിയിൽ നടന്ന്, വെള്ളത്തിന് മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നത് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം, മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം, യോഹന്നാന്റെ സുവിശേഷത്തിലും കാണാം. യോഹന്നാൻ 6:15 നമുക്കത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അന്ന് ആ സംഭവത്തിന് ശേഷം, അതായത് യേശു കടലിന്റെ മേലെ നടന്ന് അവരുടെ അടുക്കൽ എത്തി, പിറ്റേന്നാൾ, എല്ലാവരും കേൾക്കണം, പിറ്റേന്നാൾ, നെക്സ്റ്റ് ഡേ യേശു ക്രിസ്തു കബർന്നഹൂമിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കണം. ഇത് യെരുശലേമിന്റെ നേരെ വടക്കുള്ള ഭാഗമാണ് ഗലീല. ആ ഗലീലയിലേക്ക് കബർന്നഹൂമിലേക്ക് പോകുന്നതായി കാണാൻ പറ്റും. അവൻ കബർന്നഹൂമിലേക്ക് പോകുമ്പോൾ ജനം അപ്പത്തെ വർദ്ധിപ്പിച്ചു നൽകിയത് കണ്ട ജനം ബോട്ടൊക്കെ പിടിച്ച് കടലിന് കടന്ന് അക്കരെ എത്തുന്നു. അപ്പോൾ അവരെ തേടി ജനം എത്തുന്നത് കണ്ട് യേശു ക്രിസ്തു ആ പ്രാവശ്യം തൻ്റെ ശരീരമാകുന്ന മാംസം തിന്നണമെന്നും തൻ്റെ രക്തം കുടിക്കണമെന്നുമുള്ളതായ ഹോളി കമ്മ്യൂണിയനെ കുറിച്ചുള്ളതായ, അല്ലെങ്കിൽ യുക്കാരിസ്റ്റിനെ കുറിച്ചുള്ള, പിതാവായ ദൈവത്തിനോടുള്ള കൂട്ടായ്മയിൽ കർത്താവിന്റെ ശരീരരക്തങ്ങളെ പാനം ചെയ്യണം എന്നുള്ളതായ അതിശ്രേഷ്ഠമായ സന്ദേശത്തെ കബർന്നഹൂമിൽ വെച്ച് യേശുനാഥൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അത്
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് വായിക്കാം. അങ്ങനെ യേശുക്രിസ്തു, ശ്രദ്ധിക്കണം, അങ്ങനെ യേശുക്രിസ്തു ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു ശിഷ്യഗണം യേശുവിനെ വിട്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും. അന്നു മുതൽ അനേകർ യേശുവിനെ വിട്ട് പിരിഞ്ഞു. കാരണം അവന്റെ ഉപദേശം കഠിനമായിട്ട് അവർക്ക് തോന്നുകയും പ്രത്യേകിച്ച് രക്തം കുടിക്കുക എന്നത് യഹൂദന്മാർക്ക് നിക്ഷിപ്തമായ കാര്യമായതുകൊണ്ട് അവരത് കേട്ട മാത്രയിൽ യേശുവിനെ വിട്ടുപോവുകയാണ്. പത്രോസ് 6:66 നമ്മൾ വായിക്കുമ്പോൾ താഴോട്ട് വായിക്കുന്ന ഇങ്ങനെയാണ് മനസ്സിലാകുന്നത്. പത്രോസിനോടും ശിഷ്യന്മാരോടും യേശു പറയുന്നുണ്ട്, നിങ്ങൾക്കും വിട്ടുപോകാം. അപ്പോൾ അവർ പറയുന്നു, നിത്യനീവന്റെ മൊഴി നിന്നിലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കബർനഹൂമിൽ യാത്ര. നിങ്ങൾ നോക്കണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരു ജേണിയാണ്, ഒരു ജിയോഗ്രാഫിക്കൽ ജേണിയാണ്. കാരണം ഇതിനകത്ത് ഗ്ലോറിഫിക്കേഷനിലേക്കുള്ള ഒരു യാത്ര. ഇത് ഈ വിഷയങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്ദർഭങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാം യേശു എടുത്ത ആദ്യത്തെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ജീവന്റെ അപ്പമാണ്. യുക്കാരിസ്റ്റ് വെളിപ്പെടുക, അതൊരു മിസ്റ്റിക്കൽ ഫുഡാണ്. ഇതൊരു മിസ്റ്റിക്കൽ യാത്ര. അതായത് ക്രിസ്തുവും ഞാനും ഒന്നായി തീരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ് അവന്റെ മാംസം കഴിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുക. സോ അവിടെയാണ് ജേണി ആരംഭിക്കുന്നത്. മനസ്സിലാന്ന് വിശ്വസിക്കുന്നു. അവിടെയാണ് യാത്ര ആരംഭിക്കുന്നത്. ഇത് പാസ് ഓവറുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കാണാനായിട്ട് പറ്റും. എല്ലാവരും കേട്ടോണം, ഗിൽഗാല് എന്ന് പറയുന്ന ഇടവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഗിൽഗാലിലാണ് അവർ വന്ന് ആദ്യമായിട്ട് പാസ് ഓവർ ആചരിക്കുന്നത്. ജോഷുവയുടെ പുസ്തകത്തിലുണ്ട്. എല്ലാം കൂടെ കണക്ട് ചെയ്യാനുള്ള സാവകാശമില്ല പ്രിയരെ. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ വിശുദ്ധ ബൈബിളിലെ ഭാഗങ്ങളൂടെ പിന്നെ നിങ്ങളുടെ പഠനത്തിന് വിധേയമാക്കുവാനായിട്ട് ആവശ്യപ്പെടും. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? കബർനഹൂമിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ജാതികളുടെ ഇടയിലേക്ക് തിരിയുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളെല്ലാം കേൾക്കണം, കബർനഹൂമിൽ അവന്റെ അടുക്കൽ വരുന്ന ആളുകൾ അവനെ വിട്ടുപിരിയുമ്പോൾ ശിഷ്യന്മാരോടും പോകാൻ പറയുന്നു. പിറ്റേ നാൾ മുതലുള്ള സമയങ്ങളിൽ ക്രിസ്തു നേരെ ഗലീലായിലേക്ക് സഞ്ചരിക്കുന്നു. അത് ജാതികളുടെ ഗലീലായിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. കബർനഹൂമിൽ നിന്ന് ഏകദേശം 25 മൈലോളം യാത്ര ചെയ്താലേ ഇവർക്ക് ഗലീലായിലേക്ക്, അല്ലെങ്കിൽ ജാതികളുടെ ഇടയിലേക്ക് പോകുന്ന 25 മൈലോളം യാത്ര ചെയ്ത് ഇതെല്ലാം കണ്ടിന്യൂസ് പഠനമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എല്ലാം കൂടെ കണക്ട് ചെയ്തെങ്കിലേ നമുക്ക് ആ യാത്രയുടെ അർത്ഥം മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ സമയങ്ങളിൽ ഇച്ചിരി ശ്രദ്ധിക്കുക. കബർനഹൂമിൽ ഏകദേശം 25 മൈൽ യാത്ര ചെയ്യുമ്പോൾ സോർ സീദോൻ ദേശത്തെത്തുവാനായിട്ട് കഴിയും. സോർ സീദോൻ ദേശം മത്തായിയുടെ സുവിശേഷം 6:21 മർക്കോസിന് സുവിശേഷം 8:27 31 യേശു ജാതിയുടെ ഇടയിലേക്കും ഈ കനാന്യരുടെ ഇടയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 16:21 അല്ല മത്തായി 16:21, മർക്കോസ് 8:27 മുതൽ 31 വരെ, ലൂക്കോസ് 9:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലൊക്കെ യേശു ഈ പോകുന്ന വഴിയിൽ യെരൂശലേമിൽ അവന് സംഭവിക്കുവാൻ പോകുന്ന മരണത്തെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. നമ്മുടെ യാത്ര ശ്രദ്ധിക്കണം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു. നമ്മുടെ യാത്ര യേശു തേജസ്കരിക്കപ്പെട്ടു. യേശു തേജസ്കരിക്കപ്പെട്ടു. ഈ തേജസ്കരിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? തേജസ്കരിക്കപ്പെടുവാനായിട്ട് എടുത്ത സമയം ഏതാണ്? ഇതാണ് നമ്മുടെ പ്രധാന വിഷയം. കാരണം നമ്മുടെ എല്ലാവരുടെയും മഹത്വം, ഗ്ലോറി കിടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറിഫിക്കേഷന്റെ ഏറ്റവും വലിയ സീക്രട്ട് ഈ ഒരു പ്രധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ യേശു തന്റെ മരണത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതായ റെഫറൻസുകളിൽ അവരോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. യേശു അവിടെ നിന്ന് മുമ്പോട്ട് പോയി കനാന്യ സ്ത്രീയെ സൗഖ്യമാക്കുന്നു. ശ്രദ്ധിക്കണം, യേശുവിന്റെ ശുശ്രൂഷ ആദ്യമായിട്ട് ഒരു അന്യജാതിക്കാരുടെ ഇടയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം അവന്റെ മരണത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞ് അവന്റെ ശ്രദ്ധ നേരെ ജാതികളിലേക്ക് തിരിയുകയും. കാരണം അതിനകത്ത് തന്നെ ട്രൂത്ത് മനസ്സിലാക്കേണ്ടത്, അവന്റെ മരണത്താൽ ജാതികളും കൂടെ ഈ മനോഹരമായ അനുഭവത്തിലേക്കും വാക്തത്വത്തിലേക്കും എത്തിപ്പെടും എന്ന യാഥാർത്ഥ്യം അവിടെ വിസ്മരിക്കുവാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കനാന്യ സ്ത്രീയെ കർത്താവ് കണ്ട് അവളുടെ മകളുടെ ഭൂതോപദ്രവത്തെ സൗഖ്യമാക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം തിരിച്ചു വീണ്ടും ഗലീലയിലേക്ക് വരുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷം 7:31. ഞാൻ ഈ പറയുമ്പോൾ എഴുതേണ്ടത് സ്ഥലങ്ങളെ കുറിച്ച് ഒരു ഡോട്ട് എഴുതിയാൽ മതി. കബർനഹൂമിൽ ചെല്ലുന്നു, അവിടുന്ന് തന്നെ ഗലീലയിലേക്ക് വാങ്ങിപ്പോകുന്നു. ഗലീലയിൽ നിന്ന് ടയർസ് സോർ സീദോ എന്ന് പറയുന്ന ദേശത്തേക്ക് പോകുന്നു. കനാന്യ സ്ത്രീയെ സൗഖ്യമാക്കുന്നു. സൗഖ്യമാക്കിയ ശേഷം യേശു ക്രിസ്തു നേരെ തിരിച്ച് ലൂക്കോസിന്റെ സുവിശേഷം മർക്കോസ് നമ്മൾ വായിച്ചത് 7-ാം അധ്യായത്തിന്റെ 31 യേശു ക്രിസ്തു ഗലീലയിലേക്ക് അവിടെ നിന്ന് വാങ്ങിപ്പോകുന്നത് കാണുന്നത്. 8:2 വരുമ്പോൾ യേശു നേരെ ജാതികളുടെ ഇടയിലേക്ക് വന്നിട്ട് ഒരു 3 ദിവസം അവരോടുകൂടെ പാർക്കുന്നതായിട്ട് കാണാൻ പറ്റും.
ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിക്കണം. നമ്മുടെ ഡേറ്റ് ആരംഭിക്കുന്നത് ആബീബ് മാസം 1-ാം തീയതി. നമ്മൾ ആ 2 ആഴ്ച കഴിയുമ്പോൾ, ഏകദേശം ഒരു 14 ദിവസം കഴിയുമ്പോൾ പെസഹയായ അറുക്കപ്പെടണം. 2 വീക്സ്. ആ 2 വീക്സിനിടയിലുള്ള യേശുവിന്റെ ശുശ്രൂഷകളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മർക്കോസിന്റെ 8:2 3 ദിവസം യേശു അവിടെ പാർക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം അവിടെ യേശുവിന്റെ അടുക്കൽ ആളുകൾ കൂടുന്നുണ്ട്. അതായത് ആ ഗലീലയിൽ തന്നെ വീണ്ടും ഒരു 4000 പേര് വരികയും യേശു 4 അപ്പവും 7 മീനുമാണോ, 7 അപ്പം, ഓക്കെ, അങ്ങനെ 4000 പേരെ പോഷിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓർമ്മ വരുന്നത് 8:9. അത് തെറ്റിപ്പോകണ്ടല്ലോ, അത് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. എൻ്റെ ഓർമ്മ 4000 പേരെ യേശു പോഷിക്കുന്നുണ്ട്. ചെറിയ മീനുകളും 7 അപ്പം ഇല്ലേ, 7 അപ്പം 7 കുറച്ച് മീനുമാണ്. ഓക്കെ, 5 അപ്പം 2 മീൻ തന്നെ. ഓക്കെ, ഇവിടെ 4000 പേരെ പോഷിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത് 8:9, മർക്കോസ് 8:9. നോട്ട് ദിസ് പോയിന്റ്. അവിടെ നിന്ന് യേശുനാഥൻ അത് കഴിഞ്ഞിട്ട് ഈ 4000 പേരെ പോഷിപ്പിച്ച ശേഷം നേരെ, ഇത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഗോസ്പലിലും ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണ് കിടക്കുന്നത്. നേരെ യേശു ക്രിസ്തു പോകുന്നത് ജീസസ് ക്രോസ്ഡ് ഗലീല സീ. അവിടെ നിന്ന് യേശു ഗലീല കടൽ കടന്ന് മഗധമെന്നോ ദൽമൂദ എന്ന് പറയുന്നതായ സ്ഥലത്തെത്തുന്നതായി മർക്കോസ് 8:10, മത്തായി 15:39. കേൾക്കുന്നുണ്ടല്ലോ? മഗധായി ദൽമൂദ ദേശത്തെത്തുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു ഇടയ്ക്ക് വെച്ചൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ എന്തിനാ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാം. യേശു ക്രിസ്തു താബോർ മലയിലോ ഹെർമോൻ മലയുടെ മുകളിലോ അല്ല തേജസ്കരിക്കപ്പെട്ടെന്നും, യേശു ക്രിസ്തു നമ്മൾ ഈ പറയുന്ന ഏൻഷ്യന്റ് പാത്തിന്റെ ഒടുവിൽ യോർദാന്റെ അക്കരെ ഏലിയാവും മോശയും, ശ്രദ്ധിക്കണം, ഏലിയാവും മോശയും, മോശ മരിച്ച് അടക്കപ്പെട്ടതും ഏലിയാവ് മരണം കൂടാതെ എടുക്കപ്പെട്ടതുമായ, മരണത്തെ 2 തലമുറ തോൽപ്പിച്ച ഒരു ഇടത്തേക്ക് എനിക്ക് യേശുവിനെ കൊണ്ടുപോകണം. ഇതാണ് അതിന്റെ മർമ്മം. അപ്പൊ ആ മലമുകളിൽ തേജസ്കരിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് വിശുദ്ധ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം ഗ്ലോറിഫിക്കേഷന്റെ മഹത്വം അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, യേശു ക്രിസ്തു നേരെ എത്തുന്നത് എവിടെയാന്ന് നോക്കിയേ. യേശു എത്തുന്നത് അവൻ നമ്മളെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 39-ാം വാക്യം, പിന്നെ അവർ പുരുഷാരത്തെ പറഞ്ഞെടുത്ത് പടകിൽ കയറി മഗധാ ദേശത്ത്. മഗധ എന്ന് പറയുന്നതും ദൽമുദ എന്ന് പറയുന്നതും രണ്ടും ഒരു ദേശമാണ് എന്ന കാര്യം മറക്കരുത്. മത്തായി 5:39, മർക്കോസ് 8:10. ശരി, അവിടെയാണ് ശിഷ്യന്മാരുടെ പരീശന്മാർ യേശുവിന്റെ അടുക്കൽ. 16-ാം അധ്യായത്തിൽ തുടക്കം നോക്കി മത്തായിയിൽ കാണുന്നു. 16-ാം അധ്യായത്തിൽ തുടക്കത്തിൽ പരീശന്മാര് സദൂക്യരും അടുക്കുവന്ന് ആകാശത്തൊരു അടയാളം കാണിച്ചു തരണമെന്ന് യേശുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് മത്തായി 16:1 കാണുന്നു. ഇതേ കാര്യം മർക്കോസിന്റെ സുവിശേഷം 8:31 അടയാളങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളമില്ല എന്ന് പറഞ്ഞിട്ട് ക്രിസ്തു തന്റെ മരണം അവർക്ക് അടയാളമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? 5000 പേരെ പോഷിപ്പിച്ചിട്ട് മലമേൽ കയറി പ്രാർത്ഥിച്ച് നേരെ കടൽ കടന്ന് തന്റെ ശിഷ്യന്മാരുടെ കൂടെ അക്കരെത്തി. അവിടെ നിന്ന് യേശു വീണ്ടും യാത്ര ചെയ്ത് ഗലീലായിലേക്ക് വന്നിട്ട് വീണ്ടും ഗലീലയിൽ നേരെ കവർന്നൂമ നേരെ കനാൻ ദേശീയുടെ സോർ സീതോനിലെത്തി. അവിടെ നിന്ന് യേശു തിരികെ വരുന്നു. പിന്നെയും ജാതികളുടെ ഗലീലിലെത്തി ഒരു 2-3 ദിവസം അവിടെ തങ്ങുന്നു. 4000 പേരെ പോഷിപ്പിക്കുന്നു. പോഷിപ്പിച്ച ശേഷം കടൽ കടന്ന് ഇക്കരയ്ക്ക് മഗധാ ദേശത്തെത്തുന്നു. മഗധാ ദേശത്തെത്തുമ്പോൾ യേശുവിനെ പരീക്ഷിക്കുവാൻ പരീശന്മാരും സദൂക്യരും അടുക്കൽ വരുന്നു, അടയാളങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ചിത്രം എത്തിയിരിക്കുന്നത്. ഇനി ഈ ജേണി നേരെ യേശു വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അത് കഴിഞ്ഞ ഉടനെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാൻ, ഇത് കടൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര, അക്കരയ്ക്ക് പോകുവാനായി യേശു യാത്ര അവരോട് ആവശ്യപ്പെടുന്നു. അപ്പം ഒക്കെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഈ മഗധായി നമ്മൾ കാണുന്നുണ്ട്. ഇത് വർദ്ധിപ്പിച്ചിട്ട് സംഭവം കഴിഞ്ഞിട്ട് അക്കരയ്ക്ക് പോകാൻ വീണ്ടും അവരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അവിടെ വെച്ചവര് കടലിൽ വീണ്ടും ഓളങ്ങൾ ഉണ്ടാകുന്നു. യേശു കർത്താവ്
കടലിനെ ശാസിച്ച് അവരെ രക്ഷിക്കുന്നു. നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 22-ലും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലും നമുക്കത് വായിപ്പാനായിട്ട് കഴിയും. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം പോകുമ്പോൾ യേശുനാഥൻ അക്കരെ എത്തി ബെത്സൈദയിലെത്തി ഒരു കുരുടന്റെ കണ്ണ് തുറക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞവരെ ശ്രദ്ധിക്കണം. വിശപ്പ് മാറ്റുന്നുണ്ട്, അവകാശം നൽകുന്നുണ്ട്, ആത്മക്കണ്ണ് തുറക്കുന്നുണ്ട്. ഇതെല്ലാം സ്പിരിച്വലി മനസ്സിലാക്കണം, വെറുതെ ഒന്നുമല്ല. കണ്ണ് തുറക്കുക. ചിലരുടെ കണ്ണ് പറഞ്ഞാൽ ചിലത് ദർശിക്കേണ്ടതിന്, സാക്ഷ്യം വഹിക്കേണ്ടതിന് ബെത്സൈദയിലെത്തി കുരുട്ട് കണ്ണിനെ തുറക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഏകദേശം 2 ആഴ്ചവട്ടത്തോളം എത്തിക്കഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ ഈ യാത്രകളും അവരുടെ ദൂരവും ഒക്കെ നമ്മൾ കണക്കിട്ടാൽ ഏകദേശം ഇപ്പോൾ പെസഹായുടെ ഒരുക്ക നാളിലേക്ക് യേശു എത്തുകയാണ്. നിങ്ങൾക്കറിയാമോ, എല്ലാ പെസഹായിലും യേശു ജെറുസലേമിലേക്ക് പോയിരുന്നില്ല എന്ന വസ്തുത ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ പിന്നെ ആ ഭാഗത്തെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി തരാം. ഏകദേശം ഇപ്പോൾ ഈ ബെത്സൈദയിലെ കുരുടരെ കണ്ണ് തുറന്ന ശേഷം ആവുമ്പോഴേക്കും ഈ പെസഹായുടെ നാള് അടുത്തു കഴിഞ്ഞിരുന്നു. യേശു കർത്താവ് മരിക്കുവാൻ അല്ലെങ്കിൽ പെസഹ ഉത്സവത്തിന് പോകുവാനുള്ള നാഴിക വന്നിരുന്നു. ആ ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്രാവശ്യം പെസഹായിക്ക് പോയിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്രാവശ്യത്തെ പെസഹായിക്ക് യേശു പോയിട്ടില്ല. അത് നമുക്ക് പോകുന്ന യാത്രയിൽ മനസ്സിലാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മഹത്വം, ഗ്ലോറി എപ്പോഴും കിടക്കുന്നത് മരണത്തെ തോൽപ്പിക്കുമ്പോഴാണ്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. യോർദാനെ ക്രോസ് ചെയ്താലേ, അപ്പൊ യോർദാനെ കടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മരണം കടക്കുക എന്നാ. ജെരികോ കഴിഞ്ഞ് യോർദാൻ കടക്കുക എന്നാൽ അത് മരണത്തെ കടക്കുക എന്നാണ്. മരണത്തെ ജയിക്കുന്ന മണ്ഡലമാണ്. ഞാൻ ഇത് പറയുന്നതിന് വെറുതെ പറയുകയല്ല കേട്ടോ. മരണം എന്ന വിഷയത്തെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്താലേ ജീവന്റെ മഹത്വം വെളിപ്പെടുത്തുള്ളൂ. ഞാൻ ഈ മിസ്റ്റിക്കൽ സമൂഹത്തോട് പറയാം, നമ്മള് ജീവന്റെ ഒരു കൂട്ടമായി മാറണം. നമ്മളെ ലോകം വേറെ ഒരു ഉപദേശത്തിലും അറിയപ്പെടരുത്. ഇതൊരു ജീവൻ, ദ പീപ്പിൾ ഓഫ് ലൈഫ്. അവരുടെ ബന്ധങ്ങൾക്കകത്ത് ജീവൻ, അവരെ തൊട്ടാൽ ജീവൻ, അവരുടെ അടുക്കൽ ജീവൻ, അവരുടെ നാവിൽ ജീവൻ. നാം ജീവന്റെ വാഹകരായി മാറുക എന്നതാണ് ഞാൻ മരണത്തിനെതിരെ സംസാരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം. അപ്പൊ യോർദാന്റെ അക്കരയ്ക്ക് മരണയോർദാൻ കടന്നെങ്കിലേ മഹത്വത്തിലേക്ക് പോകാൻ പറ്റും. ഇത് ഏതോ ഒരു ഹെർമോന്യ മലയോ താബോർ മലയോ ആണെന്നാണ് 99% വേദപണ്ഡിതരുടെയും അഭിപ്രായം. എന്നാൽ വിശുദ്ധ ബൈബിളിന്റെ ചരിത്രവും യാഥാർത്ഥ്യവും നമുക്കെപ്പോഴും മനസ്സിലാക്കണം. വർഷങ്ങളായിട്ട് ആളുകൾ പറഞ്ഞു വരുന്ന പലതിനെ നമ്മൾ തിരുത്തണം. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ലൂസിഫർ ഇന്നലെ ഞാൻ പഠിപ്പിച്ചില്ല. ലൂസിഫർ എന്ന വിഷയം വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ഇല്ലാത്ത പദമാണ്. പക്ഷെ അത് വെച്ച് നമ്മൾ ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡം കഥയുണ്ടാക്കി. തിരുത്താൻ പറ്റുമോ? തിരുത്താൻ പറ്റുമോ? പറ്റില്ല. ഞാൻ നിങ്ങളോടൊരു കൊച്ചു ചോദ്യം ചോദിക്കാം. ഈ കുട്ടൂസൻ എന്ന് പറയുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ? കുട്ടൂസൻ. ആരെങ്കിലും പറ, കുട്ടൂസൻ ഉണ്ടോ? കുട്ടൂസൻ ജീവിച്ചിരിപ്പുണ്ടോ? കുട്ടൂസൻ എന്ന് പറയുന്ന ആള് ജീവിച്ചിരിപ്പില്ലെങ്കിൽ ലൂസിഫർ എന്നൊരാളും ഇല്ല. അത്രേ ഉള്ളൂ. കുട്ടൂസൻ ബാലരമയിലെ കഥയാണ്, മായാവിയുടെ എതിരാളി. ലൂസിഫർ അത്ര ഒരു കുട്ടൂസന് ഒരു ബാലരമ കഥ പോലെ ഉള്ളൂ. സത്യമായിട്ട് ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ബൈബിൾ തിരഞ്ഞെടുത്ത് എനിക്ക് എവിടെയെങ്കിലും റെഫറൻസ് കൊണ്ട് കാണിച്ചു തരും. ഞാൻ തിരുത്താൻ തയ്യാറാട്ടോ, സത്യമായിട്ടും തിരുത്താൻ തയ്യാറാണ്. പോട്ടെ, നമുക്കത് വിടാം. അപ്പം യോർദാന്റെ അക്കരയിലേക്ക് യാത്ര ചെയ്യാം. യേശു എന്ത് ചെയ്തു? അപ്രാവശ്യം ജെറുസലേമിൽ പോയില്ല. യേശു നേരെ അവിടെ നിന്ന് തന്റെ ശിഷ്യന്മാരുമായിട്ട് നേരത്തെ നമ്മൾ എത്തിയ ബെത്സൈദയിൽ നിന്ന് വീണ്ടും യാത്ര തുടരുക. ഏകദേശം 25 മൈൽ യാത്ര ചെയ്താലേ കൈസറിയ ഫിലിപ്പിലെത്തും. അതായത് ഫിലിപ്പിന്റെ കൈസരിയ. 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 16. ഫിലിപ്പിന്റെ കൈസരിയയിൽ യേശു എത്തി. അത് 16-ന്റെ 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു ആരാണെന്ന് ചോദിക്കുന്നു. മറുപടിയായി പത്രോസ് സംസാരിക്കുന്നു. സഭയെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നു.
സഭയുടെ ആദ്യത്തെ കല്ല്, സഭയുടെ ആദ്യത്തെ സ്റ്റോണായി പത്രോസ് വെളിപ്പെടുമ്പോ ക്രിസ്തു തന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അവിടെയും യേശു ക്രിസ്തു സാത്താനെ എന്ന് പത്രോസിനെ വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സാത്താനെ, എന്നെ വിട്ടുപോകാം. അതിനകത്ത് നമ്മൾ പറയുന്നത് അവന്റെ ഉള്ളിൽ പിശാച് കയറിയെന്നല്ല. അവൻ സ്നേഹത്തിൽ അവന്റെ ഗുരുനാഥന് മരണം സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ച് സ്നേഹത്തിൽ പറഞ്ഞതിനെ യേശു ക്രിസ്തു പറഞ്ഞു, നീ എനിക്ക് എതിരാകുന്നു, നീ എനിക്ക് പ്രതിയോഗിയാകുന്നു. അതുകൊണ്ട് ക്രൈസ്റ്റ് വിളിച്ചു, നീ സാത്താനെ എന്നെ വിട്ടുപോക എന്ന് പറയുന്നു. അവിടെ പിശാച് എന്നത് അപ്പോസ്തലനായ പത്രോസിനെയാണ് പിശാച് എന്ന് വിളിക്കുന്നത്. അല്ലാതെ ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാലാക പത്രോസിന്റെ അകത്ത് വന്ന് കയറി ഇരുന്ന് സംസാരിച്ചതല്ല. അല്ല. ഓക്കെ, ഇങ്ങനെ യേശു ക്രിസ്തുവിടെ മരണത്തെ പ്രസ്താവിക്കുന്നുണ്ട്. അത് പത്രോസ് എതിർക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8:27 മുതൽ 9:1 വരെ ഉള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇത് നോട്ട് ചെയ്യാം, ഞാൻ പറഞ്ഞ റെഫറൻസുകൾ നോട്ട് ചെയ്യാം. മർക്കോസ് 8:27 മുതൽ 9:1 മുതൽ ഇത് കാണാം. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിലും ഈ കാര്യങ്ങളെ കാണാൻ പറ്റും. അവിടെ നിന്ന് ഈ യേശു ക്രിസ്തുവിന്റെ ഈ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രഖ്യാപനം, നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന പ്രഖ്യാപനത്തിൽ ഐ വിൽ ബിൽഡ് മൈ എക്ലീഷ്യ, ലിസൺ ടു മീ. ഞാനിത് എടുക്കാൻ കാരണം യേശു തേജസ്കരണത്തിലേക്ക് പോകുന്ന വഴിയാണ് അവന്റെ സഭ എന്ന് പറയുന്ന അവന്റെ തിരുശരീരമാകുന്ന സഭയെക്കുറിച്ച് അവൻ ആദ്യവും അവസാനവുമായ ഒരു പ്രഡിക്ഷനും പ്രഖ്യാപനവും നടത്തിയത്. ദാറ്റ് മീൻസ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഗ്ലോറിയിലേക്കുള്ള ജേണിയിൽ, മഹത്വത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് എക്ലീഷ്യ എന്ന പദം ആദ്യം ഉപയോഗിച്ചത്. ആമേൻ. ആത്മാ കൃപയും ദൈവവചന ധ്യാനവും ഉള്ളവര് ഇതെടുത്ത് ഒരു വെളിപ്പാടിനെ ലോകത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. മഹത്വത്തിലേക്കുള്ള യാത്രയിലാണ് സഭയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാരും കേട്ടോണം. 1000 അന്നം കൊടുത്തപ്പോഴോ, 38 വർഷക്കാരനെ സൗഖ്യപ്പെടുത്തിയപ്പോഴോ, കുരുട്ട് കണ്ണ് തുറന്നപ്പോഴോ, ലാസറിന്റെ കല്ലറയിൽ ചെന്ന് കല്ലറയിൽ അവനെ ഉയർപ്പിച്ചപ്പോഴോ, മരണമൊന്നുമല്ല, മഹത്വീകരണത്തിലേക്കുള്ള യാത്രയിലാണ് എക്ലീഷ്യായെ വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ യാത്രയിൽ വെളിപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പാട് പരിശുദ്ധ സഭയെ കുറിച്ചുള്ള വെളിപ്പാടാണ്. കാരണം the church, the life of the church, the journey of the church is to glorification. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? ഈ അതായത് തേജസ്കരണത്തിലേക്കുള്ള യാത്രാമധ്യയാണ് സഭയെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെങ്കിൽ ഈ യാത്രയിൽ ആരെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? അവിടുത്തെ സഭയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, എക്ലീഷ്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എക്ലീഷ്യയുടെയും യേശുക്രിസ്തുവിന്റെയും യാത്ര മഹത്വത്തിലേക്കുള്ള യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. തേജസ്സിലേക്കുള്ള യാത്രയാണ്, മഹിമയിലേക്കുള്ള യാത്രയാണ്. ഓ ഹോളി സ്പിരിറ്റ്. അപ്പൊ ഈ റെവലേഷൻ, അപ്പൊ ആദ്യത്തെ ചർച്ചിന്റെ മെമ്പറുമായിട്ടാണ് ഗ്ലോറിയിലേക്ക് പോകുന്നത്. ഓ ഐ ലവ് ദാറ്റ് വേർഡ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കത്തില്ലെന്ന് പറഞ്ഞ് പത്രോസ് എന്ന് പറയുന്ന ആ പാറയെ കണ്ടെത്തി, ആ പാറയുമായിട്ടാണ് മഹിമയിലേക്ക് പോകുന്നതിന്റെ അർത്ഥം ഈ ഗ്ലോറിഫിക്കേഷൻ യേശുക്രിസ്തുവിന്റെ മാത്രം ആവശ്യമല്ല. ഈ ഗ്ലോറിഫിക്കേഷൻ അവിടുത്തെ സഭയ്ക്കും കൂടെയുള്ള അവകാശമാണെന്ന് കാണിക്കാൻ യേശു ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ യേശു ഒറ്റയ്ക്കല്ല, അവനും അവന്റെ പരിശുദ്ധ സഭയുമുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. മനസ്സിലായവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പിടികിട്ടുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് ഗ്ലോറിഫിക്കേഷനിലേക്ക് പോവുക, തേജസ്സിലേക്കുള്ള യാത്രയാ. ഈ ആരംഭിച്ചത് എപ്പോഴാ? പെസഹായുടെ അന്ന്. നാള് വന്നു, പെസഹായുടെ നാള് വന്നു എന്നറിഞ്ഞിട്ട് പലരെ സൗഖ്യമാക്കി, ജാതികളെ തൊട്ടു.
കാനാന്യ സ്ത്രീയെ, അതായത് ഈ 33.5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടൊരു ജാതിയുടെ അടുക്ക ചെന്ന് യേശുനാഥൻ തൊടുക. അതായത് ഈ യാത്രയിൽ he took the Gentile. എന്ന് പറഞ്ഞാൽ ഈ മഹത്വത്തിലേക്കുള്ള യാത്രയിൽ അവന്റെ കൈ, അവന്റെ ഹൃദയം, അവന്റെ കാലുകൾ ജാതികളെ തൊട്ടു. ജാതികളെ തൊട്ടു എന്ന് പറഞ്ഞാൽ ആ ഒറ്റ സ്പർശനത്തിൽ നമ്മെയും കൂടെ ദൈവം ഉൾപ്പെടുത്തി. ആ ഒറ്റ സ്പർശനത്തിൽ പരിശുദ്ധ സഭയെ ഉൾപ്പെടുത്തി. കാരണം ഈ യാത്ര യേശുവിന്റെ തനിയെയുള്ള യാത്രയല്ല, ഈ ദൈവിക ചിന്തകളെയും പദ്ധതികളെയും കൂടെ ഒരുമിച്ച് ആവഹിച്ച് കർത്താവ് തുടർന്ന് മുമ്പോട്ട് യാത്ര തുടരുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുക്രിസ്തു അന്ന് പെസഹ ആചരിച്ചിരുന്നില്ല എന്നത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും അതിന്റെ പ്രതിക്രിയ എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. നമ്പേഴ്സ്, ഒരാൾക്ക് പെസഹ ആചരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പകരം ചെയ്യേണ്ടത് എന്താണെന്നുള്ളതിന് സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിന്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളോ നിങ്ങളുടെ സന്തതികളിലോ വല്ലവനും ശവത്താൽ അശുദ്ധനാകുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താൽ അവൻ യഹോവയ്ക്ക് പെസഹ ആചരിക്കണം. എപ്പോൾ? 2-ാം മാസം 14-ാം തീയതി. അപ്പൊ 1-ാം മാസം 14-ാം തീയതിയാണ് പെസഹ. പക്ഷെ ദൂരയാത്രയിലായാൽ, എത്താൻ പറ്റിയില്ലെങ്കിൽ, പെസഹ ആചരിക്കാൻ പറ്റിയില്ലെങ്കിൽ 2-ാം മാസം 14-ാം തീയതി ആചരിക്കാനുള്ളൊരു ഓപ്ഷൻ ദൈവം കൊടുത്തിട്ടുണ്ടത് സംഖ്യാപുസ്തകം 9-ന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? യേശുനാവും ശിഷ്യന്മാരുടെ എവിടെ പോവാം? കാരണം ഈ പെസഹായിൽ യേശു ആലയത്തിലേക്കല്ല പോകുന്നത്. ഈ പെസഹായിൽ യേശു തേജസ്സിലേക്ക് നടക്കാൻ പോവുക. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം യേശു ക്രിസ്തുവിന് എന്താണോ സംഭവിക്കാൻ പോകുന്നത്, ആ സംഭവത്തിന്റെ ഒരു തനതായ ആവർത്തനം അല്ലെങ്കിൽ തനതായ ഒരു പ്രദർശനം വെളിപ്പെടുത്തുവാൻ വേണ്ടി ആ പ്രാവശ്യം പോയില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ബൈബിളിൽ. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിലും ഒക്കെ ആ പദങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അത് പറയാം. അവര് അവിടെ നിന്ന് പുറപ്പെടുന്നു. പാസ് ഓവർ മിസ്സായാൽ 2-ാം മാസം നടത്തുവാൻ അതേ ദൈവം അവർക്ക് അവസരം കൊടുത്തിരുന്നു. അത് പ്രമാണമായിരുന്നു. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, 6 ദിവസം കഴിഞ്ഞ ശേഷം, ഞാൻ പറഞ്ഞ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു, പെസഹായുടെ ടൈം ആയപ്പോൾ യേശു ഡിപ്പാർട്ട് ചെയ്തു. അവിടെ നിന്ന് നേരെ 25 മൈലോളം സഞ്ചരിച്ച് കൈസറിന്റെ ഫിലിപ്പിയിൽ വെച്ച് കൺഫഷൻ നടത്തി. അവിടെ നിന്ന് അടുത്ത ദിവസം മുതൽ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്നോരു മലയിൽ കൊണ്ടുപോയി എന്ന് നമ്മൾ മർക്കോസ് 9-ന്റെ 2-ൽ, മത്തായി 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുവാൻ കഴിയും. എത്ര ദിവസം? 6 ദിവസം. പക്ഷെ മത്തായിയുടെ സുവിശേഷത്തിൽ 8 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് പ്രശ്നം? 8 ദിവസത്തിനകത്ത് 2 ശബത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ 2 ശബത്ത് കാണും. അതായത് ഈ 6 ദിവസം ജോലി ചെയ്യാൻ 7-ാം ദിവസം എന്ത് ചെയ്യണം? അവർക്ക് ഒന്നുകിൽ അതിൽ 2 ശബത്തുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കോൺസെപ്റ്റ് വെക്കുവാണെങ്കിൽ 2 സാബത്തിനിടയിലുള്ള 6 ദിവസമേ യാത്ര ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മത്തായി പറഞ്ഞു 8 ദിവസത്തിന് ശേഷം. അതിൽ 2 ദിവസം മർക്കോസിൽ കുറഞ്ഞത്. മത്തായി യഹൂദന്മാർക്ക് എഴുതുമ്പോൾ 8 ദിവസം എന്ന് എഴുതാൻ കാരണം 8 ദിവസത്തിൽ 2 ദിവസം അവർ യാത്ര ചെയ്യുകയില്ല. ജാതികളുടെ നടുവിൽ അത് പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 6 ദിവസം കൊണ്ട് എത്തിയ. നിങ്ങൾക്ക് മനസ്സിലായി, ഈ 2 ദിവസം മിസ്സായത് എന്താണെന്നറിയാമോ? ആ 2 ദിവസം ശബത്ത് ദിവസങ്ങളാണ്. ശബത്ത് ദിവസങ്ങളാണ്. ശബത്തിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ 6 ദിവസം. കൂടുതൽ ഡീറ്റെയിൽ പോകുന്നത് നമ്മുടെ വിഷയം ഇതൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ഈ 6 ദിവസം കൊണ്ട് യേശു ക്രിസ്തു അവിടെ നിന്ന് ഏകദേശം 100 മൈലുകൾ യാത്ര ചെയ്തു. കാരണം ഇവരുടെ യാത്രയിൽ ഏകദേശം ഒരു ദിവസം 25 മൈലുകൾ യാത്ര ചെയ്യും. നമുക്ക് ബൈബിളിന്റെ ജിയോഗ്രഫി വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്.
6 ദിവസം കൊണ്ട് യേശുക്രിസ്തു ഏകദേശം ഒരു 100-ലധികം മൈലുകൾ യാത്ര ചെയ്തു. എങ്ങോട്ടാണ് യാത്ര ചെയ്തു? നേരെ വടക്ക് നിന്ന് ഗലീലായുടെ ഓരം വഴി നേരെ ജോർദാന്റെ അക്കരെ ജെറിഹോവിലെത്തി. ജെറിഹോവിൽ നിന്ന് യോർദാൻ കടന്ന് യേശുനാഥൻ 6 ദിവസം കൊണ്ട് യോർദാന്റെ അക്കരെ എത്തി. പ്രൈസ് ദ ലോർഡ്. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. ഇതൊക്കെ എങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കാം. ഒന്നും പേടിക്കണ്ട. കാരണം ഈ യാത്ര, കാരണം ഈ 6 ദിവസം യേശു എന്ത് എന്നറിയത്തില്ല. അവിടെ ഉറങ്ങിയോ? ഇല്ല. മിനിസ്ട്രി ചെയ്തോ? ഇല്ല. ധൃതിയോടെ മിനിസ്ട്രി ചെയ്തിട്ട് 8 ദിവസത്തോളം ശുശ്രൂഷയില്ല. 8 ദിവസത്തോളം യാത്രയാ, ശിഷ്യന്മാരുമായിട്ടുള്ള ഒരു യാത്ര. കാരണം ഈ യാത്രയ്ക്ക് യേശു അക്കരയ്ക്ക് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റത് യോർദാന്റെ അക്കരയാണ്. യോർദാന്റെ ഇക്കരയല്ല, യോർദാന്റെ അക്കരെ. പണ്ട് യഹൂദന്മാര് യോർദാൻ കടന്ന് ഇക്കര വന്നതുപോലെ, ദൈവരാജ്യം അതായത് കനാൻ ദേശത്ത് പ്രവേശിച്ചതുപോലെ, യോർദാന്റെ അക്കരെ യോഹന്നാൻ സ്നാപകൻ വന്ന് മാനസാന്തര സ്നാനം കൊടുത്ത് ഇവരെ ദൈവരാജ്യത്തിലേക്ക് കയറ്റിവിടുക. ഒന്നുകൂടെ പറയാം. പണ്ട് യോർദാൻ അവര് കടന്ന് കനാൻ രാജ്യത്തെത്തിയതുപോലെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച യോഹന്നാൻ മാനസാന്തര സ്നാനം കൊടുത്ത് യോർദാന്റെ അക്കരെ കൊടുത്ത് യോർദാൻ കടത്തി ഇവരെ ദൈവരാജ്യത്തിലേക്ക് വിടുന്നു എന്ന ഒരു ചിത്രമാണ്. അപ്പൊ യേശു സ്നാനമേക്കാൻ യോർദാന്റെ അക്കരെ എത്തി എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ മനസ്സിലാക്കുന്നത്. യോർദാന്റെ അക്കരയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ യോർദാന്റെ അക്കരയാണ് നമ്മുടെ പിസ്ക എന്ന് പറയുന്ന പർവ്വതം. അതായത് നമ്മുടെ മോശയെ ദൈവം കനാൻ ദേശം കാണിച്ച പർവ്വതം ഈ പിസ്കയാണ്. അതിന് മറ്റൊരു പേരുണ്ട്, നെബോ എന്ന് പറയും. നെബോ പർവ്വതം. ഒരു പർവ്വതത്തിന്റെ 2 ശാഖകളാണ്, പിസ്ക എന്നും നെബോ എന്നും അറിയപ്പെടുന്ന പർവ്വതം. ഈ നെബോയിൽ വെച്ചാണ് യഹോവയായ ദൈവം 120 വയസ്സുള്ള മോസസിനെ മരിക്കുവാൻ അനുവദിച്ചത്. അവനെ അടക്കം ചെയ്തു. ആരും അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു അവനെ അടക്കം ചെയ്തതല്ല. ഹാനോക്ക് എങ്ങനെയാണോ ക്രിസ്തുവിലൂടെ പ്രവേശിച്ചത്, ഞാനത് ഓർമ്മിക്കുന്നുണ്ടോ നിങ്ങള്? മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. എങ്കിൽ ഹാനോക്ക് കയറിയത് ആ ക്രിസ്തുവിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ നാഥനിലൂടെ ആ മോസസ് എടുക്കപ്പെട്ടു, തേജസ്സിലേക്ക് പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അടക്കിയ ഇടം കാണാതെ പോയത്. അതുകൊണ്ടാണ് അവന് പിന്നെയും വെളിപ്പെട്ടു വന്നത്. രണ്ടാമത് പ്രത്യേകതയുണ്ട്, ശ്രദ്ധിക്കണേ. നമ്മുടെ എലൈജ യാത്ര ചെയ്ത് ഗിൽഗാലിൽ നിന്ന് ബെഥേലിലേക്കും, ബെഥേലിൽ നിന്ന് നേരെ ജെറിഹോവിലേക്കും, ജെറിഹോവിൽ നിന്ന് യോർദാന്റെ അക്കരയിലേക്ക് പോയിട്ട് കാണുന്നുണ്ട്. യോർദാന്റെ അക്കരയിൽ പോയി അവർ ഏകദേശം ഒരു 14 മൈലോളം യാത്ര ചെയ്താലേ നെബോയുടെ കൊടുമുടിയിൽ എത്തത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു ഇവർ യാത്ര ചെയ്തു, ഈ മലയുടെ മുകളിൽ എത്തി. ഈ മലയുടെ മുകളിൽ നിന്നാണ് നമ്മുടെ എലൈജ മരണമില്ലാതെ അഗ്നിരഥത്തിലും അഗ്നി അശ്വത്തിലും കയറി സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്യുന്നത്. ആമേൻ. അപ്പൊ 2 ഭക്തന്മാർ, അതായത് ന്യായപ്രമാണത്തിന്റെയും പ്രവചനത്തിന്റെയും ആധാരശിലകളായ 2 ശ്രേഷ്ഠന്മാർ, എലാജായും മോശയും, ഏലിയാവും മോശയും, 2 ന്യായപ്രമാണ പുസ്തകങ്ങളിലെ അധികായന്മാർ മരണത്തെ തട്ടിത്തോൽപ്പിച്ച് തേജസ്സിന്റെ മണ്ഡലത്തിലേക്ക് കാലെടുത്തു വെച്ച സ്ഥലമാണ് നെബോയുടെ കൊടുമുടി. അതുകൊണ്ടാണ് തിരികെ വന്നപ്പോൾ എലീജയുടെ ശിഷ്യന്മാർ പറഞ്ഞു, ദൈവം അവനെ ഏതെങ്കിലും മലയിൽ ഇട്ടിരിക്കാം, ഞങ്ങൾ പോയി അന്വേഷിക്കാമെന്ന്. സംഭവിച്ചതൊന്നുമല്ല, ഈ മലയിലേക്ക് ഇവർ നടന്നു പോയതാ. നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു എന്തുകൊണ്ട് ഇവിടെയാ വരേണ്ടത്? കാരണം ഇവിടെ ഇവർ രണ്ടുപേരും ഈ മലയുടെ മുകളിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. ഈ മലയുടെ പ്രത്യേകത, ഞാൻ ആ പ്രത്യേകത നിങ്ങൾക്ക് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് ഈ മലയ്ക്ക് ഒരു വേറെ പ്രത്യേകത ഉണ്ട്. എലീശായുടെയും
ഡിപ്പാർച്ചറിന്റെ സ്ഥലം മാത്രമല്ല ആ സ്ഥലം. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു പുസ്തകം നമ്മുടെ ബൈബിളിലില്ല. നമ്മുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിൾ സൊസൈറ്റിയിലെ ബൈബിളിലില്ല. ജനീവ ബൈബിളിലോ മറ്റ് കത്തോലിക്ക ബൈബിളിൽ നിന്ന് നോക്കിയാൽ മക്കാബിയറുടെ പുസ്തകമുണ്ട്. മക്കാബിയർ അതൊന്നും കള്ളപ്പുസ്തകമല്ല കേട്ടോ, അതൊന്നും നമ്മുടെ ബൈബിളിന്റെ ഭാഗമാക്കിയിട്ടില്ല. എന്നാലും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് മക്കാബിയറുടെ പുസ്തകം. 2 മക്കാബിയർ 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. നമ്മുടെ ബൈബിളൊന്നും തപ്പിട്ട് കാര്യമില്ല, ബൈബിളിൽ അതൊന്നുമില്ല. മക്കാബിയർ 2 മക്കാബിയർ 2-ാം അധ്യായത്തിന് 4 മുതൽ. It was also contained in the same writings that the prophet, being warned of God, commanded the tabernacles and the ark to go with him as he went forth into the mountain where Moses climbed up and saw the heritage of God. മോശ കയറി യഹോവയുടെ വാഗ്ദത്ത ഭൂമിയെ കണ്ട അതേ മലയുടെ മുകളിലേക്ക് ജെറേമിയ പ്രവാചകനെ ദൈവാലയത്തിനകത്തെ ടാബർനാക്കിളിനെയും അല്ലെങ്കിൽ അത് ആ മോശയുടെ ടാബർനാക്കിളും സമാഗമന കൂടാരത്തിനകത്തെ ആർക്ക് ഓഫ് ദ കവനന്റ്, മനസ്സിലാവുന്ന ആർക്ക് ഓഫ് ദ കവനന്റ് എന്ന് പറഞ്ഞാൽ നിയമപ്പെട്ടകത്തെയും കൊണ്ടുപോകുവാനായി ആവശ്യപ്പെടുന്നു. 5-ാം വാക്യം. And when Jeremy came thither, he found the hollow cave, ആ മലയുടെ മുകളിൽ ഒരു ഗുഹ കണ്ട്, wherein he laid the tabernacle and the ark and the altar of incense, അതായത് ധൂപപീഠവും നിയമപ്പെട്ടകവും മോശയുടെ ടാബർനാക്കിളും എല്ലാം കൂടെ ആ ഗുഹയ്ക്കകത്ത് കൊണ്ടുവച്ച് സോ സ്റ്റോപ്പ് ദ ഡോർ, ആ വാതിലിനെ അടച്ചു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഏത് സ്ഥലമാണ്? യെസ്, താങ്ക് യു സോ മച്ച്. ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ അത് മലയാളം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. ഞാൻ അതിന്റെ അടുത്ത 6-ാം വാക്യം നോക്കി. ആൻഡ് സം ഓഫ് ദോസ് ദാറ്റ് ഫോളോഡ് ഹിം ആൻഡ് കെയിം ടു മാർക്ക് ദ വേ ആൻഡ് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. ഈ സ്ഥലം പിന്നെ ആളുകൾക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഈ നെബോയുടെ കൊടുമുടിയുടെ മുകളിലാണ്, അതായത് നമ്മുടെ മോസസ് ദൈവ തേജസ് കാണാനായി കയറിപ്പോയ മലയുടെ മുകളിൽ ആ മലയ്ക്കകത്തുള്ള ഒരു ഗുഹയിലാണ് ദൈവാലയത്തിനകത്തുനിന്ന് ജെറേമിയ. അതുകൊണ്ടാണ് ബാബിലോൺകാർ വന്നപ്പോ അവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റിയില്ല. ബാബിലോൺകാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ദൈവാലയത്തിനകത്ത് നിയമപ്പെട്ടകം കൊണ്ടുപോയി നെബോയുടെ കൊടുമുടിക്കകത്ത് ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന് മക്കാബിയറുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വാക്യം. And when Jeremy perceived and blamed them, saying, as for that place it shall be unknown until the time that God gathered his people against together and received them into mercy. ദൈവം തന്റെ ജനത്തെ തിരിച്ചു വിളിക്കുന്ന കാലം വരെ അത് മറയപ്പെട്ടിരുന്നു എന്നത് അവിടെ രേഖപ്പെടുന്ന 8-ാം വാക്യം. എന്നാൽ then shall the Lord shew the man these things and listen, this is very very important, and the glory of the Lord shall appear. അവിടുത്തെ പറഞ്ഞു നോക്കിയേ, ദൈവം അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടും. and the cloud also. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം പിടികിട്ടുന്നുണ്ടോ? എന്തുവാ? ദൈവത്തിന്റെ മേഘവും ദൈവത്തിന്റെ മഹത്വവും അവിടെ വെളിപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ആരാ? ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. As it was showed under Moses, and then Solomon desired that place might be honorable sacrificed. So 2 പ്രധാന കാര്യങ്ങൾ ഈ മലയിൽ വെളിപ്പെടുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ തേജസ്. ഓ, താങ്ക് യു ലോർഡ്. 2, ദൈവത്തിന്റെ മേഘം. മോശയുടെ കാര്യത്തിലും സ്ഥലത്തെ പവിത്രീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച സോളമന്റെ കാര്യത്തിലും ഞാനൊന്ന് വായിച്ചോട്ടെ. വെരി ഗുഡ്. മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ് എൻ്റെ കയ്യിലുള്ളത്. കാര്യത്തിലും സംഭവിച്ചതുപോലെ കർത്താവിന്റെ മഹത്വവും മേഘവും അന്നും പ്രത്യക്ഷപ്പെടും. എന്ത് പ്രത്യക്ഷപ്പെടുമെന്നാ? ഇതൊരു പ്രൊഫസി ആയിട്ട് കിടക്കുക. ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ മേഘവും ഇതേ മലമുകളിൽ പ്രത്യക്ഷപ്പെടും എന്ന് ഒരു പ്രൊഫറ്റിക് വേർഡ് മക്കാബിയർ എഴുതി വെച്ചിരിക്കുന്നു. സഹോദരങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശുക്രിസ്തു യാത്ര ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഒരു ബൈബിൾ സെമിനാരിയിലെ ഒരു തിയോളജിന് നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. കാരണം അവർക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്ക്
ഈ സത്യങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം പ്രിയരെ, ഈ കാര്യങ്ങൾ മറയ്ക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഭാഗമാണെങ്കിൽ, കാര്യങ്ങൾ ആരായുന്നത് രാജാക്കന്മാരുടെ മഹത്വമാണ്. ചേർന്ന് ആമേൻ എന്ന് പറയാൻ പറ്റുമോ? ദൈവം കാര്യങ്ങൾ മറയ്ക്കുന്നത് അവന്റെ മഹത്വമാണെങ്കിൽ, അവൻ മറച്ചു വെച്ചതിനെ ആരായുന്നത് രാജാക്കന്മാരുടെ മഹത്വമാണ്. ഈ കൂട്ടത്തിലിരിക്കുന്ന രാജാക്കന്മാർ അവരുടെ മഹത്വത്തെ വെളിപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നാം രാജാക്കന്മാരായതുകൊണ്ട് കാര്യങ്ങൾ ആരായുന്നു, സർവമഹത്വവും എന്റെ കർത്താവിന് മാത്രം. 6 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ശിഷ്യവൃന്ദത്തോടുകൂടെ ഏകദേശം 100 മൈൽ യാത്ര ചെയ്ത് കൈസരിയ ഫിലിപ്പിയിൽ നിന്ന് ഏകദേശം ജെറിഹോവിലെത്തി. ജെറിഹോവിൽ നിന്ന് 100 മൈൽ യാത്ര ചെയ്ത് ജെറിഹോവിലെത്തി. അവിടെ നിന്ന് ഏകദേശം 20 മൈൽ കിഴക്കോട്ട് യാത്ര ചെയ്ത് നേരെ ഡെഡ് സീ വഴിയായി യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും യോർദാന്റെ അക്കരയിൽ ഈ മലയുടെ താഴ്വരയിലെത്തി. ഓക്കെ, ഹല്ലേലൂയ. ഇതൊരു വലിയ യാത്രയായിരുന്നു. യാത്ര ഇവിടെ വരെ എത്തി. ഇനി ഇപ്പോഴേക്ക് എത്ര ദിവസമായി നോക്കിയേ? ആബീബ് മാസം 14 മുതലുള്ള ദിവസങ്ങളാണ്. 14 മുതലുള്ള ദിവസങ്ങൾ. 14 ദിവസം മുതലുള്ള അടുത്ത 6 ദിവസങ്ങൾ 15, 16, 17, 18, 19. 14 മുതൽ 4 ദിവസം കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ യാത്രയിൽ ഈ പെസഹ ആചരിക്കുന്ന അതേ സമയത്ത് ക്രൈസ്റ്റ് റീച്ച്ഡ് there, ആൻഡ് രാത്രിയിൽ യേശു പ്രാർത്ഥിക്കുവാനായിട്ട് മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. എത്ര ശിഷ്യന്മാരുമായിട്ട്? 3 ശിഷ്യന്മാർ. ഇനി ശ്രദ്ധിക്കണം, ഒറ്റയ്ക്കല്ല. കാരണം അവിടെ വെളിപ്പെടാൻ പോകുന്ന മഹത്വം, അവിടെ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ മേഘം യേശു ഒറ്റയ്ക്ക് അനുഭവിക്കാനല്ല പോയത്, സഭയെ പാർട്ടിസിപ്പേഷൻ ചെയ്യിപ്പിക്കാൻ കൃപ തോന്നി, കരുണ തോന്നി. കാരണം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നതൊന്നും തന്റെ സ്വകാര്യ സ്വത്തല്ലെന്നും അത് കൂട്ടവകാശികൾ കൂടെ ഉള്ളതാണെന്നും വെളിപ്പെടുത്താൻ തമ്പുരാൻ 3 പേരെ ആ പർവ്വത മുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് 3 പ്രധാന വ്യക്തികളുണ്ട്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റോൺ. ജേക്കബ് എന്ന വാക്കിന്റെ അർത്ഥം റീപ്ലേസ്ഡ്, സപ്ലാൻഡർ. ജോൺ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രേസ്. പണ്ട് കൃപയുടെ കാലത്ത് പ്രസംഗിച്ചൊരു മെസ്സേജ്, the grace was, the stone was replaced by grace. ഈ 3 പേരെ ഇങ്ങനെ നിരത്തി നിർത്തിയാൽ ഒരു മെസ്സേജ് വായിക്കാനുണ്ട്: കല്ലിനെ മാറ്റി കൃപയെ വെളിപ്പെടുത്തി. സാക്ഷികളായി മോശയെയും ഏലിയാവിനെയും നിർത്തിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ മാറ്റി നിർത്തിയിട്ട് കൃപയെ രംഗത്ത് കൊണ്ടുവരുന്ന ചിത്രമാണ് ഈ 3 വ്യക്തികളെ കൊണ്ട് കാണുന്നത്. അത് വേറെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഈ യഹോവ വെളിപ്പെട്ട സ്ഥലം, നിങ്ങൾക്ക് യഹോവ അവന്റെ മഹിമ വെളിപ്പെട്ട ഇടങ്ങളിലെല്ലാം ഈ 3 പേരുണ്ട്. നമുക്ക് എന്തായാലും അവിടെ കുറച്ച് നിൽക്കാം. ദൈവ മഹിമ വെളിപ്പെട്ട ഇടങ്ങളിലെല്ലാം ഈ 3 വ്യക്തികളുണ്ട്. ഒന്ന്, യായിറോസിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ അവിടെ വെളിപ്പെട്ടത് യഹോവയുടെ മഹത്വമാണ്. അവിടെ യേശുക്രിസ്തു യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചിട്ട് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്: ഇത് ആരോടും പറയരുത്. ഏത്? കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചതോ? കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചത് ആരോടും പറയേണ്ട ആവശ്യമില്ല, എഴുന്നേറ്റ് ചെല്ലുമ്പോഴേ അറിയാം എന്താണെന്ന് പറയാം. അവിടെ ഉപയോഗിച്ചൊരു പദമുണ്ട്, മർക്കോസ് എഴുതി വെച്ചു, തലീതാ കുമി. തലീതാ കുമി. വലിയ മെസ്സേജാണ്, ഒറ്റ വാക്കിൽ പറയുക. പക്ഷേ എബ്രായ ഭാഷയിൽ യേശു പറഞ്ഞത് ഏൽ യഹ് തലിത. അതിന്റെ അർത്ഥം എങ്ങനെയാ? തലീദ്. തലീദ് എന്ന് പറഞ്ഞ പ്രാർത്ഥനാ ഷോൾ. അതായത് യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിന്റെ ചിഹ്നമായ പ്രയർ ഷോളിന്റെ പേരാണ് തലീത്ത്.
മരിച്ചു കിടക്കുന്ന ഈ പെൺകുട്ടിയുടെ പുറത്ത് തലീതാണ്, അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തലീതാണ് ഇട്ടിരിക്കുന്നത്. ക്രിസ്തു പറയുക, യാഹ് നിന്നോട് സംസാരിക്കുന്നു, യഹോവ നിന്നോട് അരുളി ചെയ്യുന്നു, തലീദിൻ കീഴുള്ള പെൺകുട്ടി എഴുന്നേൽക്ക. അതാണ്. ഓ മൈ ഗുഡ്നസ്. യഹോവ അരുളി ചെയ്യുന്നു, തലീദിൻ കീഴുള്ള പെൺകുട്ടി എഴുന്നേൽക്ക. ശിഷ്യന്മാരും യായിറോസും കുടുംബവും ഞെട്ടിക്കാണും. കാരണം നസറേത്തിലെ തച്ചൻ തന്റെ ട്രൂ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരിക്കുക. ഞാൻ ജോസഫിന്റെ മകനല്ല, ഞാൻ മറിയയുടെ മോനല്ല, ഞാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യാഹെന്ന ദൈവമാണ് എന്ന അതിശ്രേഷ്ഠമായ രഹസ്യം യേശു ആ മുറിക്കകത്ത് വെളിപ്പെടുത്തുമ്പോൾ പത്രോസും ഉണ്ട്, യാക്കോബും ഉണ്ട്, യോഹന്നാനും ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരിക്കൽ എൻ്റെ ധ്യാനത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യം, പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം യാക്കോബ്, പത്രോസ്, യോഹന്നാനും യാക്കോബും ആരെന്നറിയോ? ഇടിമക്കളാ, ഇടിമക്കൾ, ഇടിമുഴക്കത്തിന്റെ മക്കളെന്ന. പ്രൈസ് ദി ലോർഡ്. ഇടിമുഴക്കത്തിന്റെ മക്കളെന്ന. പാറ പത്രോസ. യാഹെന്ന ദൈവം, ശ്രദ്ധിക്കുക, യാഹെന്ന ദൈവം സീനായിൽ വെളിപ്പെട്ടപ്പോൾ നിങ്ങൾ പോയി പശ്ചാത്തലം പഠിച്ചു നോക്ക്. അവിടെ ഇടിമുഴക്കമുണ്ടായി, മിന്നലുണ്ടായി, പാറകൾ പിളർന്നു. സ്തോത്രം. യായിറോസിന്റെ വീടിനകത്ത് യാഹു വെളിപ്പെട്ടപ്പോൾ ഇടിമക്കൾ, ഇടിയും മിന്നലും ഉണ്ട്, പാറയുമുണ്ട്. സ്തോത്രം. സീനായിൽ വെളിപ്പെട്ടവനാണ് ഈ മുറിയിൽ വെളിപ്പെട്ടു നിൽക്കുക. സന്തോഷത്തോടെ ഹല്ലേലൂയാ. ന്യായപ്രമാണത്തിന്റെ കീഴിൽ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ കരത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, തലീദാ ഖൂമി, ഏലിയാഹ് തലീദാ. മരണത്തിന്റെ മാറ്റിവിരിക്കാൻ കഴിവുള്ള യാഹാണ് ഞാൻ എന്നാ മുറിക്കകത്ത് വെളിപ്പെട്ടത്. അത് വെളിപ്പെട്ടപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ 3 ശിഷ്യന്മാർ അവിടെയുണ്ട്. അതുപോലെ തന്നെയാ ഗത്സമനായാലും. ഗത്സമനയ്ക്ക് വേറൊരു അർത്ഥമുണ്ട്. നിങ്ങൾ എസെക്കിയേലിന്റെ പ്രവചനം 10-ാം അധ്യായം വായിക്കണം. അവിടെ ദേവാലയത്തിന്റെ കിഴക്കുവാതിൽ നിന്ന് മഹത്വം പുറപ്പെട്ട് അങ്ങ് യാത്ര ചെയ്ത് നേരെ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഒരു പുരുഷ സ്വരം കേട്ടു എന്നൊരു വാക്യമുണ്ട്. യെരൂശലേം ദേവാലയത്തിനകത്തിരുന്ന ദൈവ തേജസ് നശിക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നു നിന്ന് യെരൂശലേമിന്റെ കിഴക്കുവതിലുള്ള ഒലിവുമലയിൽ ചെന്ന് ശബ്ദിച്ചു എന്ന് പ്രവാചകൻ എഴുതുമ്പോൾ ദൈവാലയമാകുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന തേജസ്, ആലയത്തിനകത്ത് അധിവസിച്ചിരുന്ന ദൈവപുത്രൻ ദാണ്ടേ അന്ന് യെരമ്യാവിന്റെ കാലത്ത്, എസെക്കിയേലിന്റെ കാലത്ത് യെരൂശലേമിന്റെ കിഴക്കുവശത്ത് കിഴക്കേ മലയിൽ ഉയർന്ന അതേ ശബ്ദമാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കണ്ണുനീരും കരച്ചിലുമായി നേരെ യെരൂശലേമിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒലിവുമലയിൽ കേൾക്കുന്നത് ഗത്സമനയുടെ നിലവിളി. യേശുവിനെ കൊല്ലുവാനായി കൊണ്ടുപോകുന്ന രാത്രിയിലെ നിലവിളി. സെയിം. അന്ന് ആലയത്തിനകത്ത് വെച്ച യാഹെന്ന ദൈവത്തിന്റെ തേജസ്സായിരുന്നു ഒലിവുമലയിൽ വന്നതെങ്കിൽ അതേ യാഹെന്നവൻ ജഡമെടുത്ത്, ദൈവം ജഡാവതാരമെടുത്ത് ദാണ്ടേ ഗത്സമനയുടെ തോട്ടത്തിൽ നിലവിളിക്കുകയാണ്. അവിടെയുമുണ്ട് ഈ 3 ശിഷ്യന്മാർ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുവോ? തീർന്നില്ല പ്രിയരെ, തീർന്നില്ല. ദാണ്ടേ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പിസ്കായുടെ മലമുകളിലേക്ക് വരികയാ, നെബോയുടെ മലമുകളിലേക്ക് വരിക. അവിടെയും വെളിപ്പെടാൻ പോകുന്നത് യാഹെന്ന ദൈവത്തിന്റെ തേജസ്, രാജാതി രാജാവിന്റെ തേജസ്, മഹത്വമുള്ളവന്റെ തേജസ്. അത് ഞാൻ പറയുമ്പോൾ ഒരിക്കലും ഓർത്തണം, അത് അവന്റെ മാത്രമല്ല, നിങ്ങളുടെയും എന്റെയും അവകാശം. അവൻ ലഭിച്ച അവകാശത്തിന്റെ കൂട്ടവകാശികളാണ് നിങ്ങളും ഞാനും. നാമും അത് കൈവറ്റണം, നാമും അത് കൈവശപ്പെടുത്തണം, നാമും അതിനെ സ്വീകരിക്കണം, നാമും അതിന്റെ പങ്കാളികളായി മാറണം. പ്രൈസ് ദി ലോർഡ്. 3 പേരെ കൂട്ടിക്കൊണ്ട് പർവ്വത മുകളിലേക്ക് പോവുക. 9 ശിഷ്യന്മാർ താഴ്വരയിൽ നിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, പെസഹ കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ആ 3 ദിവസം കഴിയുമ്പോഴാണ് 4, 3, 7 ദിവസം കഴിയുമ്പോഴാണ് യേശു ഈ മലയിൽ എത്തിയത്. മനസ്സിലായോ? പെസഹയിലല്ല. പെസഹ കഴിഞ്ഞ് 3-ാം നാളിൽ പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാള് അവസാനിക്കുന്ന ദിവസം, ആ 3-ാം നാളിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പെസഹായുടെ 3-ാം നാളിന്റെ പ്രത്യേകത
മരണത്തിന്റെ നാളല്ല, ഉയർപ്പിന്റെ നാളാണ്. പെസഹായുടെ 3-ാം നാൾ ഉയർപ്പിന്റെ നാളാണ്. ദൈവാലയത്തിനകത്ത് നിന്ന് മഹാപുരോഹിതൻ അതിരാവിലെ ഇറങ്ങി ആദ്യത്തെ ശാബത്ത് ദിവസം അങ്ങ് നേരെ കെദ്രോൻ താഴ്വരയിൽ ചെന്ന് ഗോതമ്പ് വറുത്തെടുത്ത് ഒരു കറ്റയായി കൊണ്ടുവന്ന് വിശുദ്ധാന്തര മന്ദിരത്തിൽ കൊണ്ടുവന്ന് ശിലോഹോം കുളത്തിൽ നിന്ന് കോരിയെടുത്ത വെള്ളത്തിൽ മുക്കി നീരാജനം ചെയ്തൊരു നടപടിയുണ്ട്. ഈ നീരാജനം അങ്ങ് ദൈവാലയത്തിനകത്ത് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ദൈവാലയത്തിന്റെ അകത്ത് യാഗത്തിന് അല്ല അതായത് ധാന്യക്കറ്റയെടുത്ത് വെള്ളത്തിൽ മുക്കി നീരാജനം ചെയ്ത് ആദ്യജാതന്റെ ഉയർത്തെഴുന്നേൽപ്പായി നീരാജനം നടത്തുന്ന സമയം ഇങ്ങിക്കരെ ഇപ്പുറത്തെ മലയുടെ മുകളിൽ ഒരുവൻ തേജസ്സിൽ സൂര്യനെ വെല്ലുന്ന പ്രഭയോടുകൂടെ ദാണ്ടെ പിസ്കായുടെ മലമുകളിൽ നെബോയുടെ മലമുകളിൽ തേജസ്സിൽ നിൽക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു പെസഹ വന്നാൽ ആ പെസഹയുടെ 3-ാം നാളിൽ അരമത്യക്കാരനായ ജോസഫിന്റെ കല്ലറയെ തുറന്ന് മരണപാതാളത്തെ വെല്ലുവിളിച്ച് യേശു എങ്ങനെയാണോ ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നത് എന്നതിന്റെ ഒരു പരസ്യമായ റിഹേഴ്സലാണ് ഈ തേജസ്സിന്റെ മലയുടെ മുകളിൽ സംഭവിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിന്റെ കാര്യഗൗരവം മനസ്സിലായവർക്കായി സ്തോത്രം. ഇത് ഏതോ ഒരു മലയുടെ മുകളിൽ വെച്ച് ഏതോ തേജസ്കരണമല്ല. ഏത് ദിവസം? ഈസ്റ്റർ, ക്രൈസ്റ്റിന്റെ റിസറക്ഷൻ ഡേയിൽ, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ. പിടികിട്ടിയോ? അപ്പൊ ഇവിടെ തേജസ്കരണം സംഭവിക്കുക. ഞാൻ ഇതിലേക്ക് തിരിച്ചു വരിക. മലയുടെ മുകളിലേക്ക് പോകുന്നു. അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. when you pray nothing will happen. നീ പ്രാർത്ഥിക്കുമ്പോ നിന്റെ ചുറ്റും ഒന്നും സംഭവിക്കത്തില്ല. നീ പ്രാർത്ഥിക്കുമ്പോ നിനക്ക് മാറ്റം സംഭവിക്കും. നോട്ട് ദിസ് പോയിന്റ്. നീ മാറും. നീ മാറിയാൽ നിന്റെ കൂടെയുള്ളവരെ മാറ്റും, കൂടിയിരിക്കുന്നവരെ മാറ്റും, അറ്റ്മോസ്ഫിയർ മാറ്റും, സാഹചര്യം മാറ്റും, സഭ മാറ്റും, ദേശം മാറ്റും, കുടുംബം മാറ്റും. നിനക്ക് പ്രാർത്ഥിച്ച് അവരെ മാറ്റാൻ പറ്റില്ല. നീ മാറിയാൽ നിന്നിലൂടെ ഇവയെല്ലാം മാറും. യേശു പ്രാർത്ഥിച്ചു, യേശു മാറി, ശിഷ്യന്മാർ മാറി. യേശു മാറിയപ്പോൾ അവന്റെ മാറ്റത്താൽ ശിഷ്യന്മാർക്ക് മാറ്റം സംഭവിച്ചു. പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, നീ മാറും, നീ മാറും. നീ മാറിയാൽ നീ ആയിരിക്കുന്ന ചുറ്റുപാടിനെ മൊത്തം നീ മാറ്റും. ഹോ റബാല ഹസിയാര ലിഹോ ഷമ ഖാറ്റാരിയാന്ത. നീ മാറ്റാൻ തുടങ്ങും. സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. ജീവിതങ്ങൾ മാറാൻ തുടങ്ങും. I believe in the word. When you change, you can change everything. യേശു പഠിപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിച്ചാൽ നീയാ മാറുന്നത്, ലോകം മാറത്തില്ല. സാഹചര്യം അതുപോലെ ഇരിക്കും. പക്ഷെ നീ മാറിയാൽ നാടിനെ മാറ്റാൻ നിനക്ക് പറ്റും. മറന്നു പോകരുത്. യേശുനാഥൻ മലയുടെ മുകളിലെത്തി. ശ്രദ്ധിക്കുന്നത് സെയിം ഡേയാ. ഏത് ദിവസങ്ങൾ ഞാൻ വെച്ചാ പറഞ്ഞത്? 8 ദിവസത്തിന് ശേഷം, പെസഹായുടെ നാളിന്റെ 8 ദിവസത്തിന് ശേഷം മിശിഹായുടെ ഉയർപ്പിന്റെ നാൾ, അതായത് ഈസ്റ്റർ ദിവസം, ഈ ഉയർപ്പിന്റെ നാൾ, 3-ാം നാൾ, പെസഹ കഴിഞ്ഞുള്ള 3-ാം നാൾ യേശു പർവ്വതത്തിന് മുകളിൽ തേജസ്കരിക്കപ്പെടുക, മഹത്വത്തിൽ ഇരിക്കുക, ഗ്ലോറിയിൽ ഇരിക്കുക. ഓ പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിൾ പറഞ്ഞവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഒരുപാട് രഹസ്യങ്ങൾ അവിടെ ഉണ്ട്. വസ്ത്രത്തെക്കുറിച്ച്, മുഖത്തെക്കുറിച്ച്, അത് 3 ദൈവത്തിന്റെ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന രീതികളെ കുറിച്ച് 3 കാര്യം അതിനകത്തുണ്ട്. ഒന്ന്, അവൻ പ്രവാചകനാണ്. കാരണം അവന്റെ വസ്ത്രം വെണ്മയായിരിക്കുന്നു. അവന്റെ അവന്റെ വസ്ത്രം തേജസ് കൊണ്ട് മിന്നുന്നു. അതിന്റെ അർത്ഥം അവൻ രാജാവാണ്. അവൻ പ്രവാചകനാണ്, അവൻ പുരോഹിതനാണ് എന്ന 3 റെവലേഷൻസ് 3 സുവിശേഷകന്മാർ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവന്റെ വസ്ത്രത്തോടുള്ള ബന്ധത്തിൽ ദയവായി നിങ്ങൾ പോയി കണ്ടുപിടിക്കുക. മത്തായി, മാർക്കോസ്, ലൂക്കോസ്. ഈ 3 സന്ദർഭങ്ങൾ എടുത്താൽ വസ്ത്രത്തിന് 3 പ്രധാന പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, മത്തായിയുടെ സുവിശേഷത്തിൽ, ഞാനതൊന്ന് പെട്ടെന്ന് പറയാം. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അസൈൻമെന്റ് തരാതെ പറയാം. 17-ാം അധ്യായത്തിലേക്ക് നോക്കി. അവന്റെ വസ്ത്രം വെളിച്ചം പോലെയായി, വെളിച്ചം പോലെ വെള്ളയായി.
ഒരിടത്ത് വെളിച്ചം പോലെ വെള്ളയായി. മർക്കോസ് എന്താ പറഞ്ഞു നോക്കിയേ. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൽ ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം വെളുപ്പായി. ഒന്ന് വെളിച്ചമായി, രണ്ട് വെള്ളയായി, വെളുപ്പായി. ലൂക്കോസിന്റെ സുവിശേഷം നോക്കിയേ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി, ഒന്ന് വെളിച്ചമായി, രണ്ട് അലക്കുകാരനെ വിളിപ്പിക്കുക. അലക്കുകാരനെ വിളിപ്പിക്കാനുള്ള വെണ്മ അവന്റെ പൗരോഹിത്യം, വെളിച്ചം അവന്റെ രാജത്വം, മിന്നുന്ന വെണ്ണം അവന്റെ പ്രവാചകത്വം. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒറ്റ മലയുടെ മുകളിൽ അവന്റെ വസ്ത്രം നമ്മളോട് വിളിച്ചു വന്ന 3 മെസ്സേജ്. ഈസ് ദ കിങ്, ഈസ് ദ പ്രീസ്റ്റ്, ഹി ഈസ് ദ പ്രോഫറ്റ് ഓഫ് ഗോഡ്. ആമേൻ. ജസ്റ്റ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ തരുന്നു. യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് മെഡിറ്റേറ്റ് ഇറ്റ് ആൻഡ് ചാടുകയോ തുള്ളുകയോ ആരാധിക്കുകയോ എന്തെങ്കിലും ചെയ്തു. These are the so glorious one. So Jesus അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു. അല്ല, മലയുടെ മുകളിലെത്തി തേജസ്കരിക്കപ്പെടുക. അപ്പൊ ഇവിടെ യേശുനാഥൻ എടുത്ത രീതിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യേശുവിനെ കുറിച്ചൊരു കൺഫഷൻ നടത്തി സഭയെ വെളിപ്പെടുത്തി സഭയുടെ ഒരു പ്രാതിനിധ്യത്തെയും കൂടെ ചേർത്തുള്ളെങ്കിൽ റെപ്രസെന്റേഷനും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ മലയുടെ മുകളിലേക്ക് വരുന്നത്. ഈ മലയുടെ മുകളിൽ വന്ന യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെടുന്നു. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടപ്പോൾ അറ്റ്മോസ്ഫിയർ ഹെവൻലി ആയി മാറി. ദിസ് ഈസ് ഗ്ലോറിഫിക്കേഷൻ. Did you get me? This is glorification. ഇതാണ് മഹത്വീകരണം. ഇംഗ്ലീഷ് ട്രാൻസ്ഫിഗറേഷൻ. Transfiguration. What is the meaning of transfiguration? Transfiguration means inside ഇലുള്ളത് ഔട്ട്സൈഡിൽ വരിക. അകത്ത് മറച്ചു വെച്ചത് പുറത്തേക്ക് വെളിപ്പെടുക. അകത്ത് മറച്ചു വെച്ചത് പുറത്തേക്ക് വെളിപ്പെടുന്നതിനെയാണ് ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിളിലെ വാക്യം ഓർമ്മ വരുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. എവിടെ വെളിപ്പെടാനിരിക്കുന്നു? നിങ്ങളുടെ അകത്ത് മറച്ചു വെച്ചിരുന്ന മഹത്വം ഒരു ദിവസം ലീക്ക് ഔട്ട് ആകും. ഇൻ ജീസസ് മൈറ്റി നെയിം. മഹത്വം നിങ്ങളുടെ അകത്തുണ്ട്. സത്യം നിങ്ങളുടെ അകത്തുണ്ട്. ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. വിടുതൽ നിങ്ങളുടെ അകത്തുണ്ട്. പുറത്ത് അന്വേഷിക്കരുത്. ദൈവം നിങ്ങളുടെ അകത്തിരിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. പുത്രന്റെ അകത്ത് ഈ ശരീരം കൊണ്ട് മറച്ചു വെച്ചിരിക്കുക. ഈ ദേഹത്തിന്റെ അകത്ത് മറച്ചു വെച്ചിരുന്ന മഹിമ ആ മലയുടെ മുകളിൽ വെച്ച് റിവീലായി. I was so thrilled when I was meditating this word. You know what happened? ഇത് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ I was shocked. You know that moment. ആ മൊമെന്റിൽ അറ്റ്മോസ്ഫിയർ ഹെവൻലി ആയപ്പോഴത്തേന് ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, ഹല്ലേലൂയ, ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, സാക്ഷികളുടെ സമൂഹത്തിലെ രണ്ടുപേർ അപ്പിയർഡ്. ഗ്ലോറിഫിക്കേഷൻ നടക്കുന്ന മണ്ഡലം, മഹത്വമുള്ള മണ്ഡലത്തിൽ ഈ രണ്ട് വ്യക്തികളാണ് പ്രത്യക്ഷപ്പെടുക. ഞാൻ ചോദിച്ചു, ഇവരെന്തിനാ ഇവിടെ പ്രത്യക്ഷപ്പെട്ട? മറുപടി, ഇവര് ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവരെവിടുന്നാ പോയത്? ഇവിടെ നിന്ന്. ഇനി ശരി, ഇനിയിപ്പം ഇവരെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഇത് കാണിച്ചെന്ന് ചോദിക്കാം. മറുപടി പറയാം. പണ്ട് അബ്രഹാം ഒരു കാര്യം പറഞ്ഞു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞ് യഹോവ ജൈറ എന്ന് മോറിയ മലയ്ക്ക് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ. ഈ റെവലേഷൻ ഉൾക്കൊണ്ട മോസസ് യഹോവയുടെ പർവ്വതമായ ഹോരേബിൽ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് അങ്ങയുടെ തേജസ് കാണണം.
നിങ്ങളെല്ലാം എന്റെ കൂടെ ഉണ്ടോ? തേജസ് കാണണം. തേജസ് കാണണമെന്ന് ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞു, ഇവിടെ എന്റെ അടുക്കൽ ഒരു ഹമാക്കോം, ഒരു പ്ലേസ് ഉണ്ട്. ഓ മൈ ഗുഡ്നസ്, അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ വിടവിൽ നീ കയറി നിൽക്കണം. ഞാൻ പോകുമ്പോൾ എന്റെ കൈ കൊണ്ട് നിന്റെ മുഖം മറയ്ക്കും. നിനക്ക് എന്റെ പിറകു വശം കാണാം. ഐ വിൽ ഷോ യു മൈ ബാക്ക് പാർട്ട് എന്ന് ഇംഗ്ലീഷിലുണ്ട്. പക്ഷെ അതിന്റെ ട്രൂ ഹീബ്രു മീനിങ് ഐ വിൽ ഷോ യു മൈ ഫ്യൂച്ചർ. ഞാൻ എന്റെ ഭാവിയെ നിനക്ക് കാണിച്ചു തരാം. ഓ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ എന്നെ കണ്ടതല്ല, ഞാൻ അടുത്ത ഭാവിയിൽ മനുഷ്യവേഷമെടുത്ത് കടന്നു വരും. ദൈവത്തിന്റെ പ്രതിബിംബമായ തേജസ്സായ ക്രിസ്തുവിനെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പോയി മുഖത്ത് തേജസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ മുഖത്ത് തേജസ്സിന്റെ പേര് കാരൻ എന്നാണ്. കാരൻ എന്ന വേർഡിന്റെ ഒറിജിനൽ അർത്ഥം കൊമ്പെന്ന, കൊമ്പ്. അതായത് ഒരാൾ നോക്കുമ്പോൾ നോക്കുന്നവന്റെ കണ്ണിലേക്ക് വന്ന് തുളച്ചു കയറുന്ന കൊമ്പ് പോലെയായിരുന്നു അവന്റെ മുഖത്തെ തേജസ്. കാരൻ എന്ന് പറയും. കാരൻ എന്ന വേർഡിന്റെ ഒറിജിനൽ അർത്ഥം കാഫ് റൂഷ് നൂൻ ആണ്. കാഫ് റോഷ് ന്യൂൻ, 3 അക്ഷരമാണ്. കാഫ് റോഷ് ന്യൂൻ. കഫ് എന്നാൽ ഹോളിനെസ് ഓഫ് ഗോഡ്. റോഷ് എന്നാൽ ദ ഹെഡ്, അൾട്ടിമേറ്റ് ഹെഡ്. ന്യൂൻ എന്നാൽ സൺ. The holiness of God upon the mortal head of the ultimate son. The holiness of God upon the mortal head of the ultimate son എന്ന് പറഞ്ഞാൽ ദിവ്യനായ നിത്യനായ ദൈവത്തിന്റെ പുത്രൻ, അതായത് തലയിൽ ദൈവവിശുദ്ധിയുമായി ഇറങ്ങി വന്ന പുത്രൻ എന്നാണ് ഈ കാരൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ മോശയുടെ മുഖത്ത് തേജസ് ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ആമേൻ പറ. എല്ലാരും ഉണ്ടോ? നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ഒരു ഗ്ലോ അല്ലത്, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. പുള്ളിക്ക് ഇങ്ങനെ ഒരു ചെറിയ വിടവിലൂടെ ഒരു സ്പാർക്കേ കണ്ടുള്ളൂ, കൊതിച്ചു കയറിയതാ. അപ്പൊ പിതാവ് പറഞ്ഞു, കുഴപ്പമില്ല, ഒരു ദിവസം, ഓ മൈ ഗുഡ്നസ്, ഒരു ദിവസം നിന്നെ ഞാൻ തിരിച്ചു വീണ്ടും ഭൂമി കൊണ്ടുപോകും. എന്റെ പുത്രൻ, മൈ ഗുഡ്നസ്, എന്റെ പുത്രൻ തേജസ്സിൽ മഹത്വത്തിൽ നിൽക്കുന്ന സമയം, യു ആർ ഗോയിങ് ടു സീ ഹിം ഫേസ് ടു ഫേസ്. ഞാനിത് when I was meditating this word, I was really cried. ഭയങ്കര കൊതിയോടാ ചോദിച്ചത് എനിക്ക് നിന്റെ മുഖം കാണണമെന്ന്. പക്ഷെ കാണിച്ചു കൊടുത്തില്ല, അല്പേ കാണിച്ചു കൊടുത്തുള്ളൂ. പ്രാർത്ഥന കേട്ടോ എല്ലാവരും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഫുള്ള് വന്നില്ലെന്ന് വെച്ച് ഭയപ്പെടണ്ട. അവന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ അത് എഴുതി വെക്കും. സ്തോത്രം. എഴുതി വെച്ചിട്ട് എത്ര കാലം കഴിഞ്ഞാലും എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി നിന്റെ ദൈവം വെളിപ്പെടും. അയാള് ഒരു കുഞ്ഞിനെ പോലെ ചോദിച്ചു, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. എന്നെ കണ്ടവരാരും ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയെ കളഞ്ഞില്ല, അത് കരുതി വെച്ചു. ഒരു ദിവസം പർവ്വതത്തിന്റെ മുകളിൽ, ഇതേ നെബോയുടെ മുകളിൽ മോസസിനെ എടുത്ത അതേ സ്ഥലത്ത് മോശ മരിക്കുക അതേ മലയുടെ മുകളിൽ നിൽക്കുമ്പോ പിതാവ് ഒരുപക്ഷെ പറഞ്ഞാണ്, മോസസ് ഗോ, തിരിച്ചു പോ, ഗോ ആൻഡ് സീ ദ ഗ്ലോറി അഗൈൻ. നീ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ദാണ്ടെ ആ പർവ്വത മുകളിൽ വെളിപ്പെട്ടു നിൽക്കുന്നു. കുറിച്ചു വെച്ചോ, ഒറ്റ പ്രാർത്ഥനയ്ക്കും മറുപടി തരാതെ ദൈവം നിന്നെ വെറും കൈയോടെ അയക്കത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. Hallelujah. God will answer your prayers. God will honor you. Okay. ഇനി മോസസിന് കാട്ടിക്കൊടുത്തു. ഇനി എലീജയുടെ കാര്യം പറ. ചൂരച്ചെടിയുടെ നടുവിൽ മരിക്കാൻ കിടന്നവനാ. ഒരു അടയും വെള്ളവുമായി ദൂതം വന്നു. 40 ദിവസം
മരുഭൂമിയിൽ നടന്നു. മോശ 40 ദിവസം പർവ്വതമുകളിൽ ഇരുന്നു. ഇവൻ 40 ദിവസം മരുഭൂമിയിൽ നടന്നു. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. മോസസ് പണ്ടിരുന്ന അതേ ഗുഹയ്ക്കകത്ത് ഇവനും കയറി. മനസ്സിലാന്നോ? പണ്ട് മോസസ് മഹത്വം കാണാനിരുന്ന അതേ ഗുഹയ്ക്കകത്ത്, അതേ പിളർപ്പിനകത്ത് എലീജായിരുന്നു. ചോദ്യം, ദൈവത്തിന്റെ ഏലിയാവേ, നിനക്കെന്താണ് ഇവിടെ കാര്യം? ഞാൻ ശുഷ്കാന്തിച്ചിരിക്കുന്നു, അത് ഇതൊക്കെ പറഞ്ഞു. കൊടുങ്കാറ്റ് വന്നു, വലിയ ഇടിമുഴക്കം വന്നു, ഭൂകമ്പം വന്നു, അതിലൊന്നും യഹോവയില്ല. ഒടുവിൽ ഒരു മൃദുസ്വരം, എ സ്മോൾ വോയിസ്, ദൈവശബ്ദം കേട്ടു. തന്റെ പുതപ്പ് കൊണ്ട് അവൻ മുഖം മറച്ചു. അന്ന് മോസസ് മഹത്വം വന്നപ്പോൾ, the voice is Christ, the logos of God, the word of God, the voice of God. വോയിസ് വന്നപ്പോൾ, പ്രസൻസ് വന്നപ്പോൾ മോസസ് മുഖത്തത് സ്വീകരിച്ചു. എലീജ മുഖത്തെ മറച്ചപ്പോൾ അത് പുതപ്പിൽ വന്നു. അതുകൊണ്ടാ ഇങ്ങനെ പുതപ്പ് കൊണ്ട് എവിടെ അടിച്ചാലും അത്ഭുതം നടക്കും. നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ പുതപ്പിന്റെ പവർ എന്താന്ന് പിടികിട്ടിയോ? മുഖത്ത് വാങ്ങിച്ച കാരൻ, മോസസിന്റെ മുഖത്ത് കിട്ടിയ കാരൻ എലീജയുടെ പുതപ്പിൽ കിട്ടി. മോസസ് മുഖത്ത് മഹത്വം വാങ്ങിച്ചു, എലീജ പുതപ്പിൽ വാങ്ങിച്ചു. ഇയാളും മുഖത്ത് മറച്ചപ്പോ കാണാൻ പറ്റിയില്ല. സർവശക്തൻ പറഞ്ഞു, കുഴപ്പമില്ല, നീയും പൊക്കോ, രണ്ടുപേരും കണ്ടിട്ടോ, ചേട്ടനും അനിയനും കൂടെ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞ് രണ്ടുപേരെയും കൂടെ നെബോയുടെ കൊടുമുടിയിൽ വിട്ടേക്ക്. രണ്ടുപേരും എടുക്കപ്പെട്ടതും ഇവിടെ നിന്നാണ്. രണ്ടുപേരെ മടക്കി വരുത്തിയതും ഇവിടേക്ക് തന്നെയാണ്. സ്തോത്രം. ഇൻഹെറിറ്റൻസ്, അവകാശം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ ഇവിടുത്തെ അവകാശം? ഈ രണ്ട് വ്യക്തികളും മരണത്തെ കാണാതെ പോയവരാ. ഈ രണ്ട് വ്യക്തിവരും തേജസ്സിലേക്ക് പോയവരാ. ഈ രണ്ട് വ്യക്തികളും ട്രാൻസ്ഫിഗേർഡ് ആണ്. ഒരു നല്ല ആമേൻ പറ. ബാക്കി ആളുകളെല്ലാം മരിച്ച ആത്മാവിലാ പോയത്, പക്ഷെ ഇവര് ട്രാൻസ്ഫിഗേർഡ് ആണ്. ട്രാൻസ്ഫിഗേർഡ് ആളുകളെ ദൈവപുത്രന്റെ ട്രാൻസ്ഫിഗറേഷന്റെ സാക്ഷിയായി ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. രൂപാന്തരപ്പെട്ടവനെ തിരിച്ചു കൊണ്ടുവന്നു. പർവ്വതത്തിന്റെ മുകളിൽ തിരിച്ചു കൊണ്ടുവന്നു. മോശ എടുക്കപ്പെട്ട മലയിലേക്ക്, എലീജ എടുക്കപ്പെട്ട മലയിലേക്ക് യേശുനാഥൻ എത്തി. നിങ്ങൾ എത്ര മനോഹരമായി ചിത്രം മനസ്സിലാക്കി എത്ര പേർക്ക് യേശുവിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇത് ഏതോ ഒരു മലയുടെ മുകളിലല്ല, അതും പെസഹായുടെ 3 ദിവസം കഴിഞ്ഞപ്പോൾ. അതായത് ഇത് നടക്കുന്നതിന്റെ അടുത്ത വർഷം, അതായത് ഇതേ സമയം, അടുത്ത വർഷം ഇതേ സമയം യേശു ഈ മലയുടെ മുകളിൽ തേജസ്കരിക്കപ്പെട്ട ഇതേ സമയം അടുത്ത വർഷം അരമത്യക്കാരന്റെ കല്ലറ തുറന്ന് റോമൻ മുദ്രകളെ പൊട്ടിച്ച് മരിച്ചവരിൽ നിന്ന് ആദ്യ ജാതനായി ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. അതിന്റെ റിഹേഴ്സലാണിത്. കാട്ടിക്കൊടുത്തു ശിഷ്യന്മാർക്ക്. മക്കളെ, ഇതാണ് കാര്യം, ഇതാണ് കാര്യം, ഇതാ തേജസ്. ക്രിസ്തു മരിച്ച് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. I praise you, God. I praise you, God. I praise you, God. Glory to Jesus. Oh. ശരി, ഇപ്പം ഇത്രയും വന്ന സ്ഥിതിക്ക് 1-2 തെളിവുകളൂടെ പറയാം. കാരണം ഇത്രയും പറയുമ്പോൾ ആളുകാരിക്കും ഇതെന്താ ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാമോ, ഇത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ഇറങ്ങി വരുന്നുണ്ട്. യേശു ശിഷ്യന്മാർ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്. 17:14 മത്തായി, ബഹുപുരുഷാരം അവനെ എതിരേറ്റു. ആരാണ് ഈ ബഹുപുരുഷാരം? യെരുശലേമിന്റെ മലമുകളിൽ ഉത്സവം നടത്തിയ ശേഷം യെരുശലേമിൽ നിന്ന് തിരികെ പോകുന്ന ജനമായത്. തിരികെ പോകുന്ന ജനത്തോടുകൂടെ ഈ ജനത്തെയാണ് യേശു അഭിമുഖീകരിക്കുന്നത്. രണ്ടാമത്തെ തെളിവ്, സാധാരണ ഒരു യഹൂദൻ അവൻ റോമൻക്ക് കരം കൊടുക്കുന്നത് പെസഹായുടെ ഉത്സവ നാളിലാണ്. എല്ലാവരും പെസഹയ്ക്ക് ഇവിടെ എത്തും. യേശു കർത്താവും ശിഷ്യന്മാരും ആ പ്രാവശ്യം പെസഹയ്ക്ക് പോകാതിരുന്നതിനാൽ അവർക്ക് ടാക്സ് കൊടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ടാക്സ് കൊടുക്കുന്നവര് പത്രോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗുരു ടാക്സ് കൊടുത്തിട്ടില്ല,
ഇതിന്റെ തെളിവ് യേശു അപ്രാവശ്യം ഒലിവുമലയിൽ പോയിട്ടില്ല. യേശുനാഥനും ശിഷ്യവൃന്ദവും മലമുകളിൽ നിറങ്ങി വരുമ്പോൾ ഗലീലായിലേക്ക് യെരൂശലേമിൽ നാളുകൾ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വെച്ച് അവർ കണ്ടുമുട്ടുന്ന ചിത്രമാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഇനി അടുത്തൊരു രഹസ്യം ഞാൻ പറയാം. മക്കാബിയറിൽ നമ്മൾ കണ്ട പോലെ ഈ മലയുടെ അകത്ത് ഒരു നിയമപ്പെട്ടകമുണ്ട്. ദൈവത്തിന്റെ ഷെക്കേനിരിക്കുന്ന നിയമപ്പെട്ട, ഞാൻ ഇപ്പോഴും വിചാരിച്ചു നിയമപ്പെട്ടകം അതിനകത്തിരിക്കുക. ആ മലയുടെ മുകളിൽ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ കെറൂബുകളുടെ നടുവിൽ ആവസിച്ചിരുന്നവൻ ദാണ്ടേ തേജസ്സുള്ളവനായി, മഹത്വമുള്ളവനായി, തേജോമയനായി, അത്ഭുതങ്ങളുടെ ദൈവമായി വെളിപ്പെട്ട് നിൽക്കുകയാണ്. ആമേൻ. This is glorification. What is the meaning of glorification? Glorification is defeating death. മരണത്തെ തോൽപ്പിക്കുകയാണ്, മരണത്തെ ജയിക്കുകയാണ്, മരണത്തെ പരാജയപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഒരു ചലഞ്ചായിട്ട് എടുത്തു. മരണം എതിരാളിയാണോ, നിന്റെ മുമ്പിൽ മരണകാരണങ്ങൾ അപ്രത്യക്ഷപ്പെടും. ക്യാൻസർ മരണമാണ്, ഷുഗർ മരണമാണ്, സിക്നസ് മരണമാണ്. അതിനെ രോഗമെന്നല്ല കാണേണ്ടത്, അതിനെ മരണമെന്ന് കണ്ട് ജീവനെ പ്രദാനം ചെയ്യാൻ, ജീവനെ ഒഴുക്കിവിടാൻ, ജീവന്റെ പ്രവാഹത്തെ അഴിച്ചുവിടാൻ നിങ്ങളുടെ പേരൊരു അധികാരം വെളിപ്പെടുത്തുന്നതാണ് ഈ തേജസ്കരണം, ഈ മഹത്വീകരണം. Are you happy, people of God? And this is glorification. Come on, people. Then Jesus was glorified. Wow. പീറ്ററും പത്രോസും യാക്കോബും എല്ലാം ഭയങ്കര ഓർക്കാം. ഈ രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് നോക്കിയപ്പോ കാണാം 3 പേര് നിൽക്കുക. 3 പേര് വാവ് ഡീമൺസ് എന്നല്ല പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? വാവ് കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നന്ന്, നിനക്ക് സമ്മതമെങ്കിൽ ഞങ്ങളിപ്പോ 3 കൂടുതൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് എലിയാവിന്, ഒന്ന് മോശയ്ക്ക്. ചോദ്യം, പത്രോസ് ശിഷ്യന്മാരെ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് മോശം ഇത് ഏലിയാവാന്ന്? എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരാ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആർക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? മോസസിന്റെ നെറ്റിയിൽ മോസസ് എഴുതിയിട്ടുണ്ടോ? എലൈജയുടെ നെറ്റിയിൽ ജീസസ് പറഞ്ഞു കൊടുത്തില്ല. എങ്ങനെ മനസ്സിലായി? ഇതാണ് റെവലേഷൻ, ഇതാണ് വെളിപ്പാട്. എവിടെ ഗ്ലോറി വെളിപ്പെടുന്നോ അവിടെ കൃപാവരങ്ങൾ വെളിപ്പെടും. അവിടെ റെവലേഷൻസ് ഓപ്പൺ ആവും, അവിടെ നെയിം വെളിപ്പെടും. ആമേൻ പറ. ഗ്ലോറിയിൽ വന്നാ മതി. അല്ലാതെ ഇപ്പൊ നമ്മുടെ ഇപ്പം കാണുന്ന പേര് വിളിയും നാളുവിളിയും ഒക്കെ അത് യേശുവിനറിയാൻ എന്തുവാന്ന് എനിക്ക്. എന്നാലും മഹിമയുള്ളിടത്ത് ഇതൊക്കെ വെളിപ്പെടും. ഞാനത് വിശ്വസിക്കും. മഹിമ ഇറങ്ങിയാൽ അത് വെളിപ്പെടും. ആമേൻ. അത് ഞാൻ അത്ഭുതപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവരുടെ പേരല്ല, ചത്തുപോയവരുടെ പേര് പറയുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരെ മുമ്പിൽ കൊണ്ട് നിർത്തിപ്പോ മോസസ് ആൻഡ് എലൈജ. എങ്ങനെ മനസ്സിലായി? ദിസ് ഈസ് എ റെവലേഷൻ, ദിസ് ഈസ് എ ഗ്ലോറിഫിക്കേഷൻ. ആർ യു റെഡി? ഈ ഗ്ലോറിയിലേക്ക് എത്ര പേർ? ഇവിടെ വാ, ഇവിടെയാ കൃപാവരണങ്ങളുടെ ഒഴുക്ക്, ഇവിടെയാ മരണം തോൽപ്പിക്കപ്പെടുന്നത്, ഇവിടെയാ വിശുദ്ധന്മാർ തേജസ്സിൽ എടുക്കപ്പെടുന്നത്, ഇവിടെയാ മരണമില്ലാത്ത സാഹചര്യം, ഇവിടെയാണ് മഹിമ വെളിപ്പെടുന്നത്. 2 കാര്യം വെളിപ്പെട്ടു. ദ ഗ്ലോറി. നമ്പർ 2 ദ ക്ലൗഡ്. ഒരു മേഘം അവരെ മൂടി. മക്കാബിയറിൽ പറഞ്ഞു, ഈ മഹത്വമുള്ള സ്ഥലം, പവിത്രീകരിക്കപ്പെടുന്ന ഈ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ മേഘവും പ്രത്യക്ഷപ്പെടും. What a wonderful day it is, brothers and sisters. And this is the journey of Jesus to the glory. This is the journey to Jesus, the journey to the glory, and glorified and transfigured. And this will happen to you, brothers and sisters. കാരണം നമ്മിൽ ഉള്ള തേജസ് വിചാരിച്ചാൽ, the glory inside of you. നിങ്ങളുടെ അകത്തൊരു വലിയ തേജസ് ഉണ്ട്. നിങ്ങളുടെ അകത്തുള്ള തേജസ് അത് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല, സാരമില്ല. ഈ ലോകത്തിലെ പ്രതിസന്ധിക്ക് സാരമില്ല. അകത്ത മഹത്വത്തെ വിശ്വസിക്കുക. പുറത്തെ വാക്കുകളല്ല, ആരോപണങ്ങളല്ല, ആക്ഷേപങ്ങളല്ല, അടിച്ചു താഴ്ത്തലുകളല്ല, തകർച്ചകളല്ല, ഇല്ലായ്മകളല്ല.
അകത്ത് വെളിപ്പെടുന്ന തേജസ്സിനെ വിചാരിച്ച് സ്തോത്രം ചെയ്യും. Wonderful Holy Spirit. 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 Oh, hallelujah. Thank you. യേശു പ്രാവശ്യം യെരുശലേമിൽ പോയില്ല എന്ന തെളിവ് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 56-57 വായിച്ചാൽ മതി. ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 56 and 57. അവൻ അവരെ ചോദിക്കുന്നു, അവൻ ഇപ്രാവശ്യമെങ്കിലും ഉത്സവത്തിന് എത്തുമോ എന്ന് ജനം അവനെ അന്വേഷിച്ചു. Are you happy? I'm so thrilled. I'm so happy. And this is a glorification. എത്ര പേർക്ക് ഇത് ഒരു റിയാലിറ്റി ആയിട്ട് മനസ്സിലാവും? And this is the true journey, brothers. അല്ലാതെ എവിടെയോ ഒരു സ്ഥലത്ത് നിന്ന് തേജസ്കരിക്കപ്പെട്ടിട്ട് ഇറങ്ങി വരികയല്ല. ഇതിനകത്തൊരു മഹാത്മ്യമുണ്ട്, ഇതിനകത്തൊരു ദൈവ നിർണയമുണ്ട്, ഇതിനകത്തൊരു ദൈവ കൃപയുണ്ട്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഫുൾഫിൽ ആകുക. ഇവർ വന്നിട്ട് യേശുവിനോട് പറയാ, ജീസസ്, യു ഡോണ്ട് വറി. നിനക്ക് യെരുശലേമിൽ സംഭവിക്കാനുള്ള കഷ്ടത്തെക്കുറിച്ച് സംസാരിച്ചു. വാ യെരുശലേമിൽ അനുഭവിക്കാനുള്ള പ്രതിസന്ധികളെ കുറിച്ച് സംസാരിച്ചു. Old Testament saints. What a wonderful it is, brothers. ഞാനിത് ഒരു മിനിറ്റ് പറയാം. When you are entering into the glory, you are going to see the cloud of witnesses. മിസ്റ്റിക്കിനോട് ഞാൻ പറയാം, എക്സ്പെക്ട് ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. അതായത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. എക്സ്പെക്ട് ദം. വെൻ യു പ്രേ, അവർ വരാൻ വേണ്ടി കാത്തിരിക്കുക. എലൈജ വരട്ടെ, പ്രാർത്ഥിക്കുക. ദൈവമേ, പൗലോസിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കുക. ചുമ്മാ നമ്മൾ എല്ലാം സ്വർഗത്തിൽ പോയി കാണാനിരിക്കാതെ, കർത്താവേ, പത്രോസിനെ ഒന്ന് ഇങ്ങോട്ട് വിടണേ. നിരാശപ്പെട്ടിരിക്കുമ്പോൾ ആ എലൈജായെ ഒന്ന് വിടണേ. പരിഹസിക്കപ്പെടുമ്പോൾ ആ ഡേവിഡിനെ ഒന്ന് വിടണേ. ആളുകളെല്ലാം കൂടെ നിന്ദിക്കുമ്പോൾ ആ ആളിനെ ഒന്ന് വിടണേ. സഹോദരന്മാരെല്ലാം കൂടെ വ്യസനപുത്രൻ എന്ന് വിളിക്കുമ്പോൾ ആ ജബ്ബേസിനെ ഒന്ന് വിടണേ. They will come, brothers. They will come. Daddy will send them. Amen. പരാജയത്തിന്റെ പടുകുഴി കിടക്കുമ്പോഴും പുത്രനെ തള്ളി പറഞ്ഞപ്പോഴും അതിന്റെ നടുവിൽ പതറാതെ അവനെ ചേർത്ത് പിടിച്ച ദൈവസ്നേഹം അനുഭവിച്ച പത്രോസിനെ നിന്റെ വീട്ടിലോട്ടൊന്ന് പറഞ്ഞു വിട്ടാൽ നീ നിന്റെ നിരാശയുടെ കുഴി നിന്ന് എഴുന്നേറ്റു. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ആർ ദേർ. ഇത് മനസ്സിലാക്കണം. ഇതൊന്നും സഭ ഉപയോഗിച്ചിട്ടില്ല. സഭ സ്വർഗത്തിൽ ചെന്ന് കാണുക. ചർച്ച് യൂസ് ദീസ് പ്രിവിലേജസ്. We are surrounded by the angels of God. We are surrounded by the saints. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. Amen. Do you believe? When you pray, these saints can hear the prayer. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഈ വിശുദ്ധന്മാർക്ക് പ്രാർത്ഥന കേൾക്കാൻ പറ്റും. കത്തോലിക്ക ഉപദേശം പഠിപ്പിക്കുകയല്ല. ദിസ് ഇസ് ദ ട്രൂ വേർഡ്. ഇവര് പിടിച്ച് പിന്നെ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. എവറി സെയിൻസ് ക്യാൻ ഹിയർ യുവർ പ്രേയർ ബിക്കോസ് ദേ ആർ സറൗണ്ടഡ് ബൈ us. They are not, അവർ നമ്മളെ വിട്ട് ദൂരെയല്ല. വചനം പറയുന്നു അവരുടെ അടുക്കലത്രേ നമ്മൾ വന്നിരിക്കുന്നത്. എൻഗേജ് വിത്ത് them, talk to them. പ്രാർത്ഥിക്കുക, അവരെ talk to the Lord. നിങ്ങൾക്കറിയാം എത്രയോ കർത്താവിന്റെ ദാസന്മാരുടെ അടുക്കൽ ദൈവം പൗലോസിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തിനറിയോ? പൗലോസ് എഴുതിയ ലേഖനം മനസ്സിലാവുന്നില്ല. പൗലോസ് എഴുതിയ ലേഖനം മനസ്സിലാകാതിരിക്കുമ്പോൾ പൗലോസിനെ പറഞ്ഞു വിടുക. Expect it. When Jesus was glorified, when you are glorified, you can see heaven and earth. രണ്ടല്ല, ഒന്നായി മാറുക. They disappeared, they appeared and this disappeared. അവർ പ്രത്യക്ഷപ്പെട്ടു, അപ്രത്യക്ഷനായി. പ്രത്യക്ഷപ്പെട്ടു. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. Thank you, Daddy. What a wonderful it is. That is the place where death was defeated. Elijah, Moses, അതേ വ്യക്തികൾ മരണത്തെ പരാജയപ്പെടുത്തിയ അതേ സ്ഥലത്ത് ജീസസ് തെളിയിച്ചു കൊടുത്തു. I am going to do that the same. It was transfigured. That is the glorious one. That is the kingdom. We are expecting that, brothers. Expecting. The days are coming.
Immortality is going to come to the church. Immortality വരും. മരണം തോൽപ്പിക്കപ്പെടും. ശ്മശാനങ്ങളില്ലാത്ത സഭകൾ ഉണ്ടാകും. മരണ രജിസ്റ്ററിന്റെ ആവശ്യമില്ലാത്ത സഭകൾ നിൽക്കും. സർവശക്തിയുള്ള ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു.